बिस्मिल्लाहिर्रहमानिर्रहीम। नूर की बरसात हुई घर से उजाला छा गया, आपकी आमद हुई आलम निराला हो गया, आपकी आमद हुई आलम निराला हो गया, आपकी आमद हुई आलम निराला हो गया। सरकार की आमद मरहबा, दिलदार की आमद मरहबा, हुजूर की आमद मरहबा, नूर की आमद मरहबा, आका की आमद मरहबा, सब मिलकर बोलो मरहबा। आपकी आमद हुई आलम निराला हो गया, आपकी आमद हुई आलम। अस्सलामु अलैकुम वरहमतुल्लाहि वबरकातुहू। बिस्मिल्लाहिर रहमानिर रहीम। अल्हम्दुलिल्लाहि रब्बिल आलमीन वस्सलातु वस्सलामु अला अशरफिल मुरसलीन व अला आलिहि व सहबिहि अजमईन, अम्मा बाद। अऊज़ु बिल्लाहि मिनश शैतानिर रजीम। बिस्मिल्लाहिर रहमानिर रहीम। व इन्नका लअला खुलुक़िन अज़ीम। सदक़ल्लाहु मौलाना अली। वक़ाल अन्नबिय्यु सल्लल्लाहु अलैहि वसल्लम बुइस्तु लिउतम्मिम मकारिमल अख़लाक़। सदक़ റസൂലുള്ളാഹി। ഏറ്റവും ബഹുമാനമുള്ള നെല്ലിക്കുത്ത് ഇസ്മായിൽ ഉസ്താദ് അവറുകളെ, സമസ്ത കേരള സുന്നി സംഘം ജില്ലാ പ്രസിഡന്റ് കൂടിയായ കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി, ബഹുമാനപ്പെട്ട സി എം കുട്ടി മൗലവി, മറ്റ് പണ്ഡിതന്മാരെ, ഉമറാക്കളെ, മുതഅല്ലിമീങ്ങളെ, സഹോദരങ്ങളെ, ഒറ്റ കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മമാസമായ റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ അവിടുത്തെ പ്രകീർത്തനങ്ങൾ നടത്തൽ, അതിനുവേണ്ടി ഒരുമിച്ച് കൂടൽ, മൗലിദ് പാരായണങ്ങൾ നടത്തൽ, ഇതൊന്നും പുത്തിരിയായി ഉണ്ടായ ഒന്നല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയുന്നതും അതേപോലെ മൗലിദിന്റെ സദസ്സ് സംഘടിപ്പിക്കുന്നതും ഇതൊന്നും പുതിയ കാര്യമല്ല. കേരളത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഇസ്ലാമിന്റെ പഴക്കത്തോളം കേരളത്തിൽ തന്നെ ഇതിന് പഴക്കമുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തന്നെ ഇസ്ലാം മതം കേരളത്തിലെത്തിയിട്ടുണ്ട് എന്ന് ചരിത്രം പറയുന്നു. ഇനി അല്ലെങ്കിൽ തന്നെ തൊട്ടടുത്ത കാലത്ത് എത്തിയെന്നതിൽ യാതൊരു സംശയവുമില്ല. ഇന്ത്യയിൽ തന്നെ ആദ്യമായി ഇസ്ലാം എത്തുന്നത് കേരളത്തിലാണെന്ന് വരുമ്പോൾ കേരളീയരെ സംബന്ധിച്ചിടത്തോളം ആ ഇസ്ലാമിനെ കേരളത്തെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് നേരിട്ട് ഇസ്ലാമിനെ സ്വീകരിച്ച, കണ്ടും കേട്ടും അനുഭവിച്ചും പഠിച്ച യഥാർത്ഥ ദീനിന്റെ അനുഭവസ്ഥരായ മഹത്തുക്കളായ സ്വഹാബയും അവരിൽ നിന്ന് അതേപോലെ ആ ഇസ്ലാമിന്റെ കാര്യങ്ങൾ, ചിട്ടകൾ ഒക്കെ, വിശ്വാസങ്ങളും ആദർശങ്ങളും ഒപ്പിയെടുത്ത താബിഈകൾ. അതാണ് കേരളത്തിന് അറ്റം മുതൽ മറ്റേ അറ്റം വരെ പരിശോധിച്ചാൽ ധാരാളം സ്വഹാബാക്കളുടെ മക്ബറകൾ ഇവിടെ ഉണ്ട്. സ്വഹാബത്തിന്റെ തൊട്ടടുത്ത കാലക്കാരായ താബിഈകളുടെ മക്ബറകൾ, അവർ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലങ്ങൾ, പുണ്യസ്ഥലങ്ങൾ കേരളത്തിലുണ്ട്. അങ്ങനെയുള്ള പൂർവീകരാണ് നമ്മുടെ മുൻഗാമികൾക്ക് ഇസ്ലാമിന്റെ വെളിച്ചം എത്തിച്ചു കൊടുത്തതെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം യാതൊരു സംശയത്തിനും ഇടമില്ലാത്ത വിധം തൗഹീദും ശിർക്കും അവർക്ക് സംശയമില്ല. സുന്നത്തും ബിദഅത്തും ഏതാണെന്ന് സംശയമില്ല. അങ്ങനെ സംശയരഹിതമായി നേരിട്ട് പഠിച്ചവരാണ് നമ്മുടെ മുൻഗാമികളെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള പാരമ്പര്യമാണ് ഈ കേരളത്തിനുള്ളത്. ഇന്നലെയോ മിഞ്ഞാന്നോ ഒരാൾ വന്ന്
ഇതാ നിങ്ങൾ ഇത്രയും കാലം വെച്ചു പുറത്ത ഇസ്ലാം അത് യഥാർത്ഥ ഇസ്ലാം അല്ല, അത് കുറെ കാര്യങ്ങളിൽ ശിർക്ക് കടന്നുകൂടിയിരിക്കുന്നു, അതുകൊണ്ട് ഇസ്ലാമിന്റെ പുറത്താണ്, അതല്ലെങ്കിൽ കുറെ കാര്യങ്ങൾ ബിദ്അത്താണ്, ഇസ്ലാമിന്റെ പുറത്തുള്ള പുതിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെയും മിഞ്ഞാന്നും ഇവിടെ വന്നാൽ അവർ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിക്കാൻ ബുദ്ധിയുള്ള ജനങ്ങൾക്ക് കഴിയില്ലേ? നിങ്ങൾ എവിടെ നിന്ന് വരുന്നു? ഇവിടെ ഞങ്ങൾക്ക് ഇസ്ലാമിന് 1300-ലധികം വരുന്ന വർഷത്തെ പാരമ്പര്യമുണ്ട്. നിങ്ങൾ 13 നൂറ്റാണ്ട് കഴിഞ്ഞ ശേഷം ഇസ്ലാമുമായി വരുന്നത് നിങ്ങൾ എവിടുന്നാണ് വരുന്നത്? നിങ്ങൾക്ക് പ്രത്യേകമായി വഹയുണ്ടോ? അല്ലെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താങ്കൾ ഇപ്പൊ നേരെ കേരളത്തിലേക്ക് നിങ്ങളെ ഇങ്ങോട്ട് അയച്ചതാണോ? നിങ്ങൾ ഈ പറയുന്ന ആശയങ്ങൾ നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി? ഇത് ചോദിക്കാൻ ബുദ്ധിയുള്ളവർ ബുദ്ധിമതി, കുറെ പാണ്ഡിത്യത്തിന് ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് കുറെ തെളിവുകൾ ആവശ്യമൊന്നും ഇവിടെ ഇല്ല. ഇവിടെ ഇതിനെല്ലാം പ്രശ്നമുണ്ടാക്കിയത്, ഈ വിഷയങ്ങളിലൊക്കെ പ്രയാസങ്ങളുണ്ടാക്കിയത് ഈ പാരമ്പര്യത്തെ വലിച്ചെറിഞ്ഞതാണ്. ഈ പാരമ്പര്യത്തെ ആരാണോ ചോദ്യം ചെയ്തത് അവരാണ് ഇവിടെ ഉണ്ടാക്കിയ എല്ലാ നാശത്തിന്റെയും ആളുകൾ, നാശകാരികൾ. ഇതിൽ യാതൊരു സംശയവുമില്ല. മലപ്പുറം ജില്ലയുടെ ഹൃദയമായ ഭാഗമായ ഈ മഞ്ചേരി തന്നെ ഒരു കാലത്ത് ഇവിടുത്തെ അന്തരീക്ഷം എന്തായിരുന്നു? ഇവിടെ പണ്ഡിതന്മാരാൽ നിറഞ്ഞു നിന്നിരുന്ന അന്തരീക്ഷമായിരുന്നു. ധാരാളം ആലിമീങ്ങൾ ദർസ് നടത്തിയ, ധാരാളം ആലിമീങ്ങൾ പഠിച്ച, ബഹുമാനപ്പെട്ട ഉസ്താദ് അടക്കമുള്ള ധാരാളം ആലിമീങ്ങൾ ഇവിടെ പഠിച്ചിട്ടുണ്ട്. അതുപോലെ ബഹുമാനപ്പെട്ട മരക്കാട്ട് മുസ്ലിയാർ നവറല്ലാഹു മക്കദ, മഞ്ചേരി അബ്ദുറഹ്മാൻ മുസ്ലിയാർ നവറല്ലാഹു മക്കദ, അവരൊക്കെ ഇവിടെ ദർസ് നടത്തിയ ഒരു കാലമുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ആ പണ്ഡിതന്മാർ, അതേപോലെ തന്നെ അവരെ മുൻഗാമികൾ, അവരെല്ലാം ഇവിടെ സ്വീകരിച്ചു പോന്ന നിലപാട് എന്തായിരുന്നു? അവർക്ക് ഇസ്ലാമിനെ കുറിച്ച് വിശ്വാസം ഉണ്ടായിരുന്നില്ലേ? അവരായിരുന്നോ ഇസ്ലാമിനെ മോശമാക്കിയും കാണിച്ചു കൊടുത്തത്? എന്നിട്ട് അവരെക്കാൾ നല്ലവരാണോ ഇന്നലെ ഈ വന്നവർ? കണ്ടാൽ മുസ്ലിമാണെന്ന് വരെ പറയാൻ കഴിയാത്ത, ഒരു ഇസ്ലാമിന്റെ മുസ്ലിമാണെന്നതിന്റെ വരെ അടയാളം പോലും ഇല്ലാത്ത കേവലം ചില ആളുകൾ കയറി വന്ന് അവർ ഇസ്ലാമിനെ പരിചയപ്പെടുത്തുകയാണ്. അവർ ഇതിന് ധാരാളം ബുദ്ധിയുടെ ആവശ്യമില്ല. ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകും. ഇവരെ കണ്ടാൽ ഇവിടെ ഇത്രയും കാലങ്ങളായി ഇവിടെ ഇസ്ലാമിനെ പരിചയപ്പെടുത്തിയ ആലിമീങ്ങൾ, സാദാത്യങ്ങൾ, മഹത്തുക്കളായ ജനങ്ങൾ, മുൻഗാമികൾ, ഇവിടുത്തെ പൂർവികരായ വലിയ തറവാട്ടുകാർ, ഇവരെല്ലാം സ്വീകരിച്ചു പോന്ന, ഇവരെല്ലാം കണ്ടുപോന്ന, ഇവരെല്ലാം അനുഭവിച്ചു പോന്ന, ഇവരെല്ലാം കൈക്കൊണ്ടുപോന്ന ഈ നിലപാടുകൾക്കെല്ലാം വിരുദ്ധമായി പുതിയ ആശയങ്ങളുമായി വരുമ്പോൾ അത് അവജ്ഞതയോടെ തള്ളാൻ വേറെ തെളിവിന്റെ ആവശ്യമില്ല. ഈ പാരമ്പര്യത്തിന് വിരുദ്ധമാണെന്ന് മനസ്സിലാക്കിയാൽ തന്നെ മതി. അതുകൊണ്ടല്ലേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ രാജ്യത്തിന്റെ അന്നത്തെ അന്തരീക്ഷം മാറിയില്ലേ? ആ മാറിയപ്പോൾ ഉണ്ടായതെന്താ? വസൂരിക്ക് തുടക്കം കുറിക്കുന്ന പനി പോലെയാണ് എല്ലാ ബിദ്അത്തിനും തുടക്കം കുറിക്കുന്ന ഖുതുബ പരിഭാഷ, അല്ലേ? ഖുതുബ പരിഭാഷ എന്ന പനി പിടിച്ചാൽ പിന്നെ ബിദ്അത്തിലേക്കാണ് പോകുന്നത്. യാതൊരു സംശയവും വേണ്ട. ഈ പരിഭാഷ എവിടുന്നാണ് എന്നു മുതൽക്കാണ് ഇവിടെ ഉണ്ടായത്? ഏത് കാലം മുതലുണ്ടായി? ഇതിന്റെ മുമ്പും ഇസ്ലാം ഇവിടെ ഇല്ലേ? അന്ന് ഇവിടെ മുസ്ലിം പള്ളികളില്ലേ? ആ പള്ളിയിൽ ജുമാഅ നടന്നിരുന്നില്ലേ? അന്നത്തെ ജനങ്ങളെല്ലാം അറബി അറിയുന്നവരായതുകൊണ്ട് അത് പരിഭാഷ വേണ്ടെന്ന് വെച്ചായിരുന്നോ? ഇതിനൊന്നും മറുപടി വേണ്ടേ? ഞാൻ പറയുന്നത് ഈ പാരമ്പര്യത്തെ മുഴുവൻ കളഞ്ഞു കുളിച്ചവരാണ് ഈ നാശത്തിന്റെ മുഴുവനും ആളുകൾ ഉത്തരവാദികൾ. അതുകൊണ്ട് ഈ പാരമ്പര്യം ഇവിടെ നിലനിർത്തണമെങ്കിൽ ഇവിടെ പണ്ഡിതന്മാരുടെ അഭാവം പാടില്ല. പണ്ഡിതന്മാരുടെ അഭാവമാണ് ഈ നുഴഞ്ഞ കയറ്റക്കാർക്ക് ഇവിടെ കയറാനുള്ള വഴി ഉണ്ടാക്കി കൊടുത്തത്. നാട്ടിലെ ഉമറാക്കളൊക്കെ ആ കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ ആ പൂർവസ്ഥിതി വീണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള അങ്ങേയറ്റത്തൊരു ശ്രമം കൂടിയാണ് നേരത്തെ ഇവിടെ സ്വാഗതത്തിൽ ഉമർ മുസ്ലിയാർ സൂചിപ്പിച്ചതുപോലെ ജാമിയ ഹിക്കമിയ ഈ മഞ്ചേരി പട്ടണത്തിൽ നിന്ന് 2 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ബഹുമാനപ്പെട്ട ഏലായി കൊരമ്പയിൽ മുഹമ്മദ് ഹാജി നമുക്ക് തന്നിട്ടുള്ള വിശാലമായ 4 ഏക്കറോളം വരുന്ന ആ മുഹമ്മദാബാദ് ക്യാമ്പസിനുള്ളിൽ വിവിധങ്ങളായ സ്ഥാപനങ്ങൾ ഉൾക്കൊള്ളുന്ന ജാമിയ ഹൈക്കമിയ. ആ ജാമിയ ഹൈക്കമിയിലെ കുട്ടികൾ അവർ ഇവിടെ ഈ മഞ്ചേരിയിൽ കാണുമ്പോൾ പണ്ട് കാലത്തുണ്ടായിരുന്ന മഞ്ചേരിയുടെ ആ ശിആർ അടയാളം ഓർമ്മയുള്ളവർ അത് അയവിറക്കുകയാണ്.
കാലങ്ങളായി ഇങ്ങനെ ഇവിടെ കണ്ടിട്ട് എന്ന് വയസ്സുള്ളവർ നമ്മൾ പറഞ്ഞത് ഞാൻ അനുസ്മരിക്കുകയാണ്. എത്രയോ കാലങ്ങളായി ഇങ്ങനെ മുത്തഅല്ലിമീങ്ങൾ ഇവിടെ കാണാറില്ല. ആ മുത്തഅല്ലിമീങ്ങൾ പോയി, ആലിമീങ്ങൾ പോയി. അപ്പൊ പിന്നെ എല്ലാ ബിദഈ കക്ഷികൾക്കും കടന്നു വരാനുള്ള വഴിയുണ്ടായി. അതുകൊണ്ടല്ലേ ഇവിടെ ഇല്ലാത്ത ബിദഈ കക്ഷികളുണ്ടോ? പണ്ട് കാലത്ത് ഇവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? നൂറ്റാണ്ടുകളായി ഇവിടെ ഇസ്ലാം വന്നിട്ടുണ്ടെങ്കിൽ അന്നുള്ള ആ ഇസ്ലാം തന്നെ കൈമാറി 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 പോന്നപ്പോൾ ഇവിടെ രണ്ടഭിപ്രായമില്ല. എത്ര വരെയും ചോദിച്ചാൽ ഇസ്ലാമിൽ 4 മദ്ഹബുകളായി അറിയപ്പെടുന്ന എല്ലാം ഹക്കിന്റെ മേലുള്ള മദ്ഹബുകളാണ്. ഉലൈക അലാ ഹുദം മിർ റബ്ബിഹിം വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഈ എല്ലാ മദ്ഹബും ഉണ്ടായിട്ട് പോലും അങ്ങനെ മദ്ഹബിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ഭിന്നത പോലും ഈ കേരളത്തെ സംശയത്തോളുമില്ല. കേരളത്തിലെ ജനങ്ങൾ മുഴുവനും ശാഫിഈ മദ്ഹബുകാരാണ്. അങ്ങനെ അത്രയും അച്ചടക്കത്തോടെ യാതൊരു അഭ്രാന്തരവുമില്ലാതെ പോന്നിട്ടുള്ള ഈ കേരളത്തിന്റെ ഈ ചുറ്റുപാടും ഈ പാരമ്പര്യവും എല്ലാം കളഞ്ഞുകുളിച്ച് ഇത്രയും കാലമുണ്ടായിരുന്ന മുസ്ലിമീങ്ങൾ മുഴുവൻ ഇസ്ലാം എന്ന് പുറത്താണെന്ന് പറഞ്ഞ് എത്ര വരെയും ചോദിച്ചാൽ സ്വന്തം ഉമ്മയും ഉപ്പയും പഠിപ്പിച്ച ഉസ്താദുമാർ അവരെല്ലാം ഇസ്ലാം എന്ന് പുറത്തു. ആലോചിച്ചു നോക്ക്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എന്റെ നാട്ടിലെ ഞങ്ങളൊക്കെ ഖുർആൻ പഠിപ്പിച്ച മൊല്ലാക്കുണ്ടായിരുന്നു, കുഞ്ഞാറമല്ല എന്ന അദ്ദേഹത്തിന്റെ പേര്. ബാക്കി കാര്യങ്ങൾ ഉസ്താദ് പറയും. ശേഷം ബഹുമാനപ്പെട്ട കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമിയുടെ പ്രസംഗം നടക്കാനിരിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന ഖുർആൻ സൂക്തം കൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. صدق الله العلي العظيم. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحد. ഏറ്റവും ആദരണീയരായ ഷേഖുന നെല്ലിക്കുത്ത് ഉസ്താദ് അവർകളെ, പൊന്മള ഉസ്താദ് അവർകളെ, മറ്റു ആലിമീങ്ങൾ, അഹ്ലുസുന്ന വൽ ജമാഅയുടെ വിശ്വാസികൾ, സഹപ്രവർത്തകരെ, ഈ പുണ്യ സദസ്സിൽ മഹാന്മാർക്കൊപ്പം ഒരുമിച്ചുകൂടാൻ അവസരം നൽകിയ റബ്ബ് കുടുംബസമേതം സുഖലോക സ്വർഗത്തിൽ മഹാന്മാരൊപ്പം ഇരിക്കാൻ ഭാഗ്യം നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട്, എനിക്കും കുളത്തൂര് എൻ്റെ സ്നേഹിതൻ കുളത്തൂർ സക്കാഫിക്കുമൊക്കെ പ്രസംഗിക്കാൻ വന്യരായ 2 ഗുരുവര്യർ നല്ല ഒരു ഫൗണ്ടേഷൻ നൽകി തന്നിട്ടുണ്ട്. ഇനി ആ തറയിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് ബാക്കി കാര്യങ്ങൾ നിങ്ങളെ കേൾപ്പിക്കേണ്ട കാര്യമുള്ളൂ, അവരുടെ സമ്മതപ്രകാരം. അല്ലാഹു ഉസ്താദുമാർക്കെല്ലാം ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1483 ജന്മദിനമാണ് ഇപ്പോൾ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ കലിമ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ചേർത്ത് വിശ്വസിക്കുന്ന മുസ്ലിംകളെല്ലാം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. കലിമത്ത് തൗഹീദ്, അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് മാത്രം തൗഹീദിന്റെ കലിമയായ ഒരു കാലഘട്ടം ഭൂമിക്ക് അറിയില്ല, ഈ പ്രപഞ്ചത്തിന് അറിയില്ല. പിന്നെയോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദഅവ അത് ലോകത്ത് എപ്പോൾ പ്രഖ്യാപിച്ചോ
അപ്പോഴെല്ലാം അത് തെളിയിക്കുന്ന ദലീലോടുകൂടെ മാത്രമേ അത് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളൂ. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന് ആ ഭാഗത്ത് എത്രമാത്രം പ്രാധാന്യമുണ്ടോ അത് തെളിയിക്കുന്ന ദലീൽ എന്ന ഭാഗത്ത് തൊട്ട് ഭാഗത്ത് വരുന്ന ബാക്കി ഭാഗത്തിന് പ്രാധാന്യമുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഭൂമിയിൽ വിശ്വസിക്കുമ്പോഴെല്ലാം ആ വിശ്വാസത്തെ തെളിയിക്കാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ അല്ലാഹ് നമുക്ക് തൊട്ട് നോക്കിയാൽ കാണുന്നതല്ല, നമ്മുടെ കണ്ണുകളെ കൊണ്ട് കാണാൻ പറ്റുന്നില്ല, നമുക്ക് നേരിൽ സംസാരിക്കാൻ പറ്റുന്നില്ല. പിന്നെയോ അല്ലാഹു ഉണ്ടെന്ന്, ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് യാഥാർത്ഥ്യമെന്ന്, ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് ലോകം വിശ്വസിക്കേണ്ടതെന്ന് പ്രഖ്യാപിക്കുമ്പോൾ അല്ലാഹുവിനെ നേരിൽ അറിഞ്ഞ, അല്ലാഹുവിനെ കണ്ട, അല്ലാഹുവിനെ അനുഭവിച്ച, അല്ലാഹു പ്രത്യേകം തെരഞ്ഞെടുത്ത മഹാരഥന്മാർ അവരെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പൂർത്തീകരിക്കപ്പെടുന്നത്. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആദമു നബിയുല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മൂസാ റസൂലുള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈസാ റസൂലുള്ളാഹ്. അതിന്റെ സമാപ്തി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പൊ അല്ലാഹ് എന്ന തൗഹീദിന്റെ ആ ഭാഗത്തിന് എത്ര പ്രാധാന്യമുണ്ടോ തുല്യ പ്രാധാന്യം അത് പഠിപ്പിക്കാൻ വന്ന തെളിവ് എന്ന നിലക്ക് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നതിനുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഖുർആനിന്റെ ഉമ്മ, അള്ളാഹുവിന്റെ മുഴുവൻ കിതാബുകളെയും ഉമ്മ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സൂറത്തുൽ ഫാത്തിഹ. അള്ളാഹുവിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു റബ്ബുൽ ആലമീൻ, ലോകത്തിന്റെ മുഴുവനും ഉടമസ്ഥൻ, ലോകത്തിന്റെ മുഴുവനും ഉടമസ്ഥൻ. റബ്ബ് എന്ന് പറഞ്ഞാൽ തർബിയത്തു ശൈഇ ഇലാ കമാലിഹി ശൈഅൻ ഫശൈഅ, ഒരു സാധനത്തെ ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കി വേണ്ടത് വേണ്ടപ്പോൾ വേണ്ട വിധത്തിൽ ചെയ്തു കൊടുക്കുന്നവൻ റബ്ബ്. ആ റബ്ബിന്റെ സൃഷ്ടികളായി ഇന്ന് ഈ പ്രപഞ്ചത്തിലും നാളെ ആഖിറത്തിലും മാസിവൽ ബാരി അല്ലാഹു അല്ലാത്ത എല്ലാറ്റിനും ഒരേ ഒരു ഉടമസ്ഥൻ റബ്ബ്, റബ്ബുൽ ആലമീൻ. ആ പരിചയപ്പെടുത്തിയ അതേ രൂപത്തിൽ മറ്റൊരായത്തിൽ പരിചയപ്പെടുത്തുന്നു നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. അള്ളാഹുവിനെ റബ്ബുൽ ആലമീൻ എന്ന് പരിചയപ്പെടുത്തിയപ്പോൾ ആ റബ്ബിന്റെ മുഴുവൻ സൃഷ്ടികളെയും സ്നേഹത്തിലും കാരുണ്യത്തിലും ആദരവിലും അനുസരണത്തിലും കോർത്തിണക്കാൻ എല്ലാ സൃഷ്ടികൾക്കും ഒരൊറ്റ നേതാവ്, എല്ലാ സൃഷ്ടികൾക്കും ഒരൊറ്റ നേതാവ്. ആ നേതാവിനെ ഖുർആൻ ഇതേ ഭാഷയിൽ പരിചയപ്പെടുത്തുന്നു റഹ്മത്തുൽ ആലമീൻ, റഹ്മത്തുൽ ആലമീൻ. റബ്ബുൽ ആലമീൻ എന്ന് അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയ ഖുർആൻ അള്ളാഹുവിന്റെ നബിയെ ഖുർആൻ പരിചയപ്പെടുന്നത് എങ്ങനെ? റഹ്മത്തുൽ ആലമീൻ. ലോകത്തിന് മുഴുവനും കൃപ, ലോകത്തിന് മുഴുവനും കാരുണ്യം, ലോക സൃഷ്ടിചരാചരങ്ങളെ മുഴുവനും എന്ന വിശ്വാസത്തിൽ ഐക്യത്തിൽ നിർത്തുക, അതിന് നിശ്ചയിക്കപ്പെട്ട നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ്. സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ സൃഷ്ടി ആരെല്ലാം ഉണ്ടോ എല്ലാം നബി മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുത്തെ സ്നേഹം, അവിടുത്തെ കാരുണ്യം, അവിടുത്തെ ആദരവ്, അവിടുത്തെ മഹബത്ത് നിലനിർത്തിക്കൊണ്ട് ലോകം മുഴുവൻ റബ്ബുൽ ആലമീനായ ഉടമസ്ഥൻ ലോകത്തെ മുഴുവൻ സൃഷ്ടികൾക്കും നിശ്ചയിച്ച റഹ്മത്തായ മുഹമ്മദ് മുസ്തഫ അവിടത്തെ അംഗീകരിക്കുകയും മഹബത്ത് വെക്കുകയും ചെയ്യുന്നതായി ലോകം മുഴുവനും നമുക്ക് കാണാൻ സാധിക്കും. കഴിഞ്ഞ വെള്ളിയാഴ്ച ഇതേ സമയം ഞങ്ങൾ കുവൈത്തിൽ നടന്ന ഒരു ഇന്റർനാഷണൽ മീലാദ് മീറ്റിൽ സംബന്ധിച്ചു. 22 രാഷ്ട്രങ്ങളിൽ നിന്നുള്ള ആളുകൾ ആ മീലാദ് സമ്മേളനത്തിലുണ്ടായിരുന്നു. വലിയ വലിയ പണ്ഡിതന്മാർ, 9 ഭാഷകളിൽ അവിടെ പ്രസംഗം നടന്നു. അറബികളും അനറബികളുമായി 5000-ലധികം വരുന്ന ആളുകൾ സംബന്ധിച്ച വിശാലമായ മൈതാനിയിൽ നടന്ന ഇസ്ലാമിക മീലാദെ ഷരീഫ് സമ്മേളനം. ആ സമ്മേളനത്തിൽ ആ രാഷ്ട്രങ്ങളിൽ നിന്നെല്ലാം വരുന്ന പ്രതിനിധികളുടെ പ്രസംഗം അതിങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ അഹ്ലുസുന്ന വൽ ജമാഅയുടെ നമ്മുടെ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്ന അതേ തെളിവുകൾ, അതേ റൂട്ടിൽ അവരുടെ പ്രസംഗം ഇങ്ങനെ കണ്ടപ്പോൾ സുബ്ഹാനല്ലാഹ്, കേരളത്തിലെ മുസ്ലിങ്ങൾ ലോക മുസ്ലിങ്ങൾക്കൊപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് കൂടുതൽ കൂടുതൽ ബോധ്യപ്പെടുകയായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ മൊത്തം നമ്മൾ പരിശോധിക്കുമ്പോൾ
രണ്ട് റൂട്ടിൽ സഞ്ചരിക്കുന്നത് കാണാം. രണ്ട് റൂട്ടിൽ സഞ്ചരിക്കുന്നത് കാണാം. സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വലാത്ത് ചൊല്ലി ആദരിച്ച് സ്വീകരിച്ചുകൊണ്ട് പോകുന്ന ഒരു റൂട്ട്. മറ്റൊന്ന് സയ്യിദുന എന്ന് പറഞ്ഞാൽ നേതാവ് എന്നല്ലേ, അത് പറയേണ്ടതില്ല. നേതാവ് അല്ലെങ്കിൽ പിന്നെ നേതാവിന്റെ പേര് കേൾക്കുമ്പോൾ സിന്ദാബാദി എന്ന് സ്വലാത്ത് ചൊല്ലേണ്ടതില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സാധാരണക്കാരനായി ചിത്രീകരിക്കുന്ന ഒരു റൂട്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നേതാവും സയ്യിദും നബിയും എല്ലാം ആയി അംഗീകരിച്ചുകൊണ്ട് പോകുന്ന ഒരു റൂട്ട്. രണ്ട് റൂട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഒരു റൂട്ട് അല്ലാഹുവിന്റെ ഖുർആൻ, ലക്ഷക്കണക്കായ ഹദീസുകൾ, ആയിരക്കണക്കായ വർഷങ്ങളിൽ ജീവിച്ചു പോന്ന മഹാരഥന്മാരായ ആളുകൾ, അവരെല്ലാം നബിതങ്ങളാകുന്ന നേതാവിനെ കുറിച്ച് എന്തെല്ലാം ഗുണങ്ങളും എന്തെല്ലാം മദ്ഹുകളും എന്തെല്ലാം സന്തോഷങ്ങളും നൽകിയിട്ടുണ്ടോ അത് തേടിപ്പിടിച്ച് അത് ലോകത്ത് പ്രചരിപ്പിക്കുന്നതാണ് ഒരു റൂട്ട്. മറ്റേ റൂട്ടോ എന്തുണ്ട് മുഹമ്മദ് നബിയെ താഴ്ത്തി കാണിക്കാൻ, ഇകഴ്ത്തി കാണിക്കാൻ, മുഹമ്മദ് നബിയെ പരിഹസിക്കാൻ, മുഹമ്മദ് നബിക്ക് അത്ര വലിയ പ്രാധാന്യം ഇല്ലെന്ന് പഠിപ്പിക്കാൻ എന്താണ് റൂട്ട്, അത് അന്വേഷിക്കുന്ന റൂട്ട്. അതായത് നമ്മുടെ നാട്ടിൽ രണ്ടു തരം ജീവികളെ കാണാം. ഒന്ന് ഈച്ച. ഈച്ച ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു ചെറിയ മുറിവ് പറ്റിയാൽ അതിൽ നിന്ന് ഒലിക്കുന്ന ചരമോ മറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ ആ മാലിന്യത്തെ വളരെ വേഗത്തിൽ, ഇവിടെ എങ്ങാണ്ട് ഒരു ഈച്ച ഉണ്ടെങ്കിൽ കാലിന് ചെരുപ്പിൽ ഇട്ടപ്പോ ചെറിയൊരു തൊലി ഇങ്ങനെ പൊട്ടിയതുണ്ട്. എന്നാൽ ഈച്ച എന്ത് ചെയ്യും? ആ തൊലി പൊട്ടിയ സ്ഥലത്ത് അവിടെ വന്നിട്ട് ഈച്ച ഇരിക്കും. കമ്പ്യൂട്ടറിനേക്കാൾ വേഗതയിൽ അതിൽ നിന്ന് ഒലിക്കുന്ന നീരെടുക്കും. ആ നീര് നേരെ എടുത്തിട്ട് സുബ്ഹാനല്ലാഹ് അത് വേണ്ടപ്പെട്ടവന്റെ കവളത്ത്, മറ്റവന്റെ മൂക്കമ്മല്, മറ്റവന്റെ നെറ്റിമ്മല്, ഇതൊക്കെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ജോലിയാണ് ആർക്ക്? ഈച്ചക്ക്. ഈച്ചയെ സംബന്ധിച്ചിടത്തോളം ശരീരത്തിൽ എത്ര നല്ല നല്ല ഭാഗങ്ങളുണ്ട്, അതൊന്നും ഈച്ച കാണൂല. ഈച്ച കാണാൻ എവിടെയുണ്ട് ഒരു തൊലി പൊട്ടിയത് അത് തെരഞ്ഞെടുക്കുക. ആ മാലിന്യത്തെയും ദുർഗന്ധത്തെയും ലോകത്ത് പരത്തുക എന്നതാണ് ഈച്ചയുടെ ജോലി. ഈ ഈച്ചയുടെ റൂട്ടിൽ സഞ്ചരിക്കുന്ന ഒരു റൂട്ട്, അള്ളാഹു അവരെ ശർറിനെ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. മറ്റൊന്ന് തേൻ നുകരുന്ന റൂട്ടാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഏത് പുഷ്പത്തിലാണ് ഏത് ചെടിയിലാണ് തേനുള്ളത് എന്ന് നോക്കിയിട്ട് ആ തേൻ ശേഖരിക്കുന്ന റൂട്ട് നാം അഹ്ലുസുന്ന വൽ ജമാഅ ത്വാഹ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അവിടുത്തെ സ്വഹാബ, നേരെ മുമ്പ് കഴിഞ്ഞുപോയ അമ്പിയാക്കൾ, അവിടുത്തെ അനുധാവനം ചെയ്ത് പിൻപറ്റിപ്പോന്ന മഹാന്മാർ, ആ മഹാന്മാരുടെ എല്ലാം ജീവിതത്തിലെ ഏടുകളിൽ തേൻ നുകർന്നുകൊണ്ട് നല്ലതിനെ പിൻപറ്റിക്കൊണ്ട് പോകുന്നതാണ് റൂട്ട്. അഹ്ലുസുന്ന വൽ ജമാഅയും ബിദ്അത്തിന്റെ കക്ഷികളും തമ്മിൽ സാധാരണക്കാർക്ക് മനസ്സിലാക്കാനാണ് ഞാനിത് വേഗത്തിൽ പറഞ്ഞത്. ഇത് നേരത്തെ പരിശോധിച്ചു നോക്കിയാൽ ആദം നബി അലൈഹിസ്സലാമിന്റെ മക്കളെ കൂട്ടത്തിൽ രണ്ട് റൂട്ട് കാണാം. ഒന്ന് ഹാബീലിന്റെ റൂട്ട്, മറ്റൊന്ന് കാബീലിന്റെ റൂട്ട്. കാബീലിന്റെ റൂട്ട് എന്ന് പറയുമ്പോൾ അത് കൊലപാതകത്തിൻ്റെതാണ്, അത് അക്രമത്തിൻ്റെതാണ്, അത് അനീതിയുടേതാണ്, അത് വിദ്വേഷത്തിൻ്റെതാണ്, അത് അധർമ്മത്തിൻ്റെതാണ്. ആ റൂട്ടിൽ സഞ്ചരിക്കുന്നത് ഒന്ന്. അതേ സമയത്ത് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഹാബീലിന്റെ റൂട്ട് എന്ന് പറയുമ്പോഴോ അത് സമാധാനത്തിൻ്റെതാണ്, അത് സത്യത്തിൻ്റെതാണ്, അത് നീതിയുടേതാണ്, അത് ധർമ്മത്തിൻ്റെതാണ്. നമുക്ക് കിതാബുകൾ പരിശോധിച്ചു നോക്കിയാലും സുന്നത്തൻ ഹസനത്തൻ സുന്നത്തൻ സയ്യിഅത്തൻ, നല്ല ചര്യ ആരാണോ ഇവിടെ പതിവാക്കുന്നത്, ചീത്ത ചര്യകൾ ആരാണ് പതിവാക്കുന്നത്, രണ്ട് റൂട്ട് വേർതിരിച്ചത് കാണാം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇത് നമുക്ക് ഒരുപാട് വിഷയങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അത് മക്കത്തുൽ മുക്കർറമയിൽ നമുക്ക് നോക്കിയാൽ ദാറുൽ അർക്കമിൽ കൂടിയിരിക്കുന്ന ആളുകളും ദാറുൽ നെതുവത്തിൽ കൂടിയിരിക്കുന്ന ആളുകളും ആ റൂട്ട് നമുക്ക് വേഗത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. എന്താണ്? ദാറുൽ നെതുവത്തിന്റെ നെതുവത്ത് ഓഫീസ്. ആ നെതുവത്ത് ഓഫീസിൽ കാബീലിന്റെ അനുയായികൾ ഒത്തുചേർന്നു. എന്നിട്ട് അവരുടെ ചർച്ച എന്താണ്? എങ്ങനെയുണ്ട് മുഹമ്മദിനെ കൊന്നുകളയാൻ, എങ്ങനെയുണ്ട് മുഹമ്മദിനെ നാട് കടത്താൻ, എങ്ങനെയുണ്ട് മുഹമ്മദിനെ കണ്ണു ചൂഴ്ന്നെടുക്കാൻ, എങ്ങനെയുണ്ട് മുഹമ്മദിനെ ചെവി അരിഞ്ഞെടുക്കാൻ, എങ്ങനെയുണ്ട് മുഹമ്മദിന്റെ ഉടലിൽ നിന്ന് തല വേർപെടുത്താൻ. കാബീലിന്റെ റൂട്ടാണ് അവിടെ ചർച്ച നടക്കുന്നത്. അന്നത്തെ മക്കത്തുൽ മുക്കറമയിലെ ദാറുൻ നെതുവത്തിന്റെ നെതുവത്ത് ഓഫീസിൽ വെച്ചുകൊണ്ട് കാബീലിന്റെ ചിന്താഗതിക്കാർ അവരാലോചിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയുണ്ട് നബിയെ കൊന്നുകളയാൻ എന്നാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കണം, അതേ നെതുവത്ത് ഓഫീസിൽ ഇപ്പോഴും ആളുകൾ കൂടിയിരിക്കുന്നുണ്ട്.
ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭൗതിക ശരീരം അവർക്ക് കൊല ചെയ്യാനും മുറിച്ചു കളയാനും കിട്ടാത്ത സാഹചര്യമായതുകൊണ്ട് ഇന്നവരെന്താ ചെയ്യുന്നത്? നബിതങ്ങൾ പഠിപ്പിച്ചിരിക്കുന്ന ദീന്, ആ ദീനിനെ ഓരോന്ന് വെട്ടി നുറുക്കിക്കൊണ്ടിരിക്കുക. സുജൂദിൽ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി, ലോകത്തുള്ള മുഴുവൻ മുഅ്മിനീങ്ങളും ആ തസ്ബീഹാണ് പതിവാക്കുന്നത്. ആ സുജൂദിൽ കിടന്ന് മെല്ലെ വബിഹംദിഹി എന്ന് വെട്ടിക്കളഞ്ഞു, അതുപോലെ കൊന്നു. പ്രിയപ്പെട്ട സഹോദരന്മാർ, സുജൂദിൽ കിടന്നുകൊണ്ട് വബിഹംദിഹി എന്ന് കട്ട് ശീലിച്ചിരിക്കുന്ന ആളുകൾ പിന്നെ ആ കളവ് തുടർന്ന് എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, പരിശുദ്ധ റമളാനിൽ മക്കത്തുൽ മുക്കറമയിലും മദീന മുനവ്വറയിലും ബൈത്തുൽ മുഖദ്ദസിലും ലോകം മുഴുവനും ഈ രാജ്യത്ത് കഴിഞ്ഞുപോയ മുഴുവൻ പണ്ഡിതന്മാരും ആലിമീങ്ങളും ബഹുമാനപ്പെട്ട ബാപ്പക്കിത്തങ്ങളും മർഹൂം പാണക്കാട് തങ്ങളും കണ്ണിയത്ത് ഉസ്താദും EK ഉസ്താദും AP ഉസ്താദും ഒക്കെ അടക്കം ലോകം മുഴുവനും നിസ്കരിച്ചു പോന്ന 20 റക്അത്ത് തറാവീഹിനെ 8 റക്അത്ത് നിർത്തിയിട്ട് 12 കട്ട് കളഞ്ഞു. നോക്കണം നിങ്ങൾ, കാബീലിന്റെ റൂട്ടിൽ സഞ്ചരിക്കുന്നവർ, ദാറുന്നദുവത്തിന്റെ നെതുവത്ത് ഓഫീസിൽ ചേർന്നവർ, അതേ നെതുവത്ത് ഓഫീസിൽ ഈ റൂട്ട് പഴക്കാതെ പോവുകയാണ്. അപ്പോഴാണ് പ്രിയപ്പെട്ട സഹോദരന്മാര്, കൊടുങ്ങല്ലൂരിൽ ഇസ്ലാം വന്നു. കൊടുങ്ങല്ലൂരിൽ നിന്ന് ആലിമീങ്ങൾ മഞ്ചേരിയിൽ പണ്ട് കാലത്ത് വന്നു. ഇപ്പൊ നോക്കുമ്പോ മഞ്ചേരിയിൽ കടുങ്ങല്ലൂരിൽ നിന്ന് ആള് വന്നിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, നേരത്തെ മഞ്ചേരിയിലും മലപ്പുറത്തും ഒക്കെ ഇസ്ലാം ദീൻ പ്രചരിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ആളുകൾ വന്നത് എവിടെന്നാ? അത് കൊടുങ്ങല്ലൂരിൽ നിന്ന് വന്നതാണ്. ഇപ്പൊ കൊടുങ്ങല്ലൂരിൽ നിന്ന് വന്ന ദീൻ പഠിപ്പിച്ചിരുന്ന ആ ദീനിനെതിരായി മഞ്ചേരി പള്ളിയുടെ മെമ്പറിൽ കടുങ്ങല്ലൂരിലെ ദീനാണ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കടുങ്ങല്ലൂരിലെ പ്രസംഗമാണ് ഇപ്പൊ മഞ്ചേരിയിലെ പള്ളിയിൽ നടക്കുന്നത്. അങ്ങനെ ഒരു നബി ജനിച്ചിട്ടില്ല, അത് റബീഉൽ അവ്വൽ 12-നല്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, അഷ്റഫുൽ മഖ്ലൂഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ലോകം മുഴുവനും മനസ്സിലാക്കി വെച്ച ഒരു റൂട്ടുണ്ട്. ആ റൂട്ട് നാം പഠിക്കുമ്പോൾ നബിയുല്ലാഹി ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു തആല കണ്ണിന് കാഴ്ച ശക്തി കൊടുത്തപ്പോൾ ആദം നബി അലൈഹിസ്സലാമിന്റെ കണ്ണിൽ ആദ്യമായി കാണുന്നു അർശിന് മുകളിൽ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹ് എന്ന തൗഹീദിന്റെ കലിമയോട് ചേർന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പോഴാണ് ആദം നബി അലൈഹിസ്സലാം പിന്നീട് അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത്, റബ്ബേ മുഹമ്മദ് നബിയുടെ കാവൽ കൊണ്ട് എനിക്ക് കാവൽ നൽകണേ എന്ന് ആദം നബി അലൈഹിസ്സലാം ദുആ ചെയ്തപ്പോൾ അല്ലാഹു തആല എങ്ങനെ നിങ്ങൾക്ക് മുഹമ്മദ് നബിയെ മനസ്സിലായി? റബ്ബേ, നിന്റെ അർശിന് മുകളിൽ എനിക്ക് കാഴ്ച ശക്തി നൽകിയപ്പോൾ ഞാൻ ആദ്യം കണ്ടതല്ലേ അല്ലാഹ് എന്ന നിന്റെ പേരിനോട് ചേർത്ത് മുഹമ്മദ് എന്ന പേരെഴുതി കണ്ടപ്പോൾ നിന്റെ സൃഷ്ടികളെ കൂട്ടത്തിൽ ഏറ്റവും നിനക്ക് ഇഷ്ടപ്പെട്ട ആളെ പേരല്ലാതെ നിന്റെ അർശിന് മുകളിൽ നിന്റെ പേരിനോട് ചേർത്ത് വെക്കില്ലല്ലോ, അതാണ് ഞാൻ ചിന്തിച്ചത് എന്ന് ആദം നബി അലൈഹിസ്സലാം പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബത്ത് മുത്തിയത്, ചുംബിച്ചത് എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലായോ? കിതാബുകൾ മുഴുവൻ ഓർമ്മപ്പെടുത്തും. ഒരു ഉദാഹരണം പറയട്ടെ. ത്വാഹ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ. അങ്ങനെ സാധാരണക്കാരായ ആളുകൾക്ക് ഇവർക്ക് വേറെ മണിയും കിണിയൊന്നും അറിയില്ല. ഇവർക്ക് നേർക്കുനേരുള്ള വിവരം മാത്രമേ അറിയുള്ളൂ. നേർക്കുനേരുള്ള വിവരം മാത്രമേ അറിയുള്ളൂ. അതാണ് പണ്ട് മഞ്ചേരി പള്ളിക്കൽ ഈ ഖുതുബ പരിഭാഷനെ പറ്റിയിട്ട് മോലിയന്മാരൊക്കെ പല കൂട്ടിയിട്ട് ഒരു ചർച്ച നടക്കാം. അപ്പൊ ആ ചർച്ച ഇങ്ങനെ നടക്കുമ്പോൾ നമ്മൾ ഈ കൂരാട്ടുണ്ടെന്ന് ബംഗാൾനാജി എന്നിട്ട് രാജ്യം മൂപ്പരെ കാക്കിക്കുപ്പായൊക്കെ ഇട്ടുകാണ്ട് മൂപ്പരോട് അങ്ങനെ ഇരുന്നു. മൂപ്പരെന്താ വെച്ചാൽ വാണിയമ്പല അത്രയും മൂര്യാരെ കൂടെ EK മൂര്യാരെ കൂടെ അള്ളാഹു ഒരു ദർജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. AP ഉസ്താദിന്റെ കൂടെയൊക്കെ ഈ ഖുതുബ പരിഭാഷന്റെ പ്രസംഗം കേൾക്കാൻ അങ്ങനെ പോകും. മൂപ്പര് ഖുതുബ പരിഭാഷന്റെ ഇബാറത്തും കിതാബും ഒക്കെ മൂപ്പർക്ക് കാണാപ്പാണ്. ഏതാ മുഗനി ഏതാ നിഹായ എന്ന് മൂപ്പർക്ക് അറിയില്ല. മുഗനിയിൽ ഇങ്ങനല്ലേ നിഹായിൽ ഇങ്ങനല്ലേ, അതൊരു വിവരമില്ലാത്ത ആളൊക്കെ കേട്ടുപഠിച്ച വിവര. അപ്പൊ ഇവിടെ ഇങ്ങനെ ഖുതുബ പരിഭാഷനെ ചർച്ച ഇങ്ങനെ ഉണ്ട്. കുറെ ഇയാൾ കേട്ടു തന്നിട്ട് ഇയാൾ ചോദിച്ചു ഈ മൂല്യന്മാരോട്, അല്ല മൂല്യന്മാർ എനിക്കൊരു വിവരമല്ല, ഇപ്പൊ നിങ്ങളിപ്പോ ഇതുവരെ കുറെ ചർച്ച ചെയ്തത് ഞാൻ ഇവിടെ കേട്ട്, എനിക്ക് വിവരമില്ലാത്തതുകൊണ്ട് ഞാൻ ചോദിക്കണം, ഇപ്പൊ ഈ ഖുതുബ പരിഭാഷന്റെ ഹുക്കം എന്താന്ന് ചോദിച്ചു ഇയാൾ. അപ്പൊ ചർച്ചയിലുള്ള വലിയ മൂല്യാർ പറഞ്ഞു, ഹുക്കം വേറൊന്നുമല്ല, അത് ഖിലാഫുൽ ഔലിയാണ്. ഖിലാഫുൽ ഔല എന്ന് പറഞ്ഞാൽ ദത്തച്ച ഒന്നും പുഴാടില്ലല്ലോ, ദത്ത അങ്ങനെ പറഞ്ഞാലും ചോദിച്ചു. അപ്പൊ അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഖിലാഫുൽ ഔല എന്ന് പറഞ്ഞാൽ നല്ലിന്റെ എതിരെന്നാണ്. അപ്പൊ ബംഗാൾനാജിന് നീച്ചു, നല്ലിന്റെ എതിരെന്ന് പറഞ്ഞാൽ മൂല്യന്മാരെ പറ്റ ബടക്ക് നല്ലേ. ആ പറ്റ ബടക്ക് ചോദിച്ചാൽ ഞങ്ങൾ മിമ്പർമ്മ കയറാൻ നിൽക്കണേ ആട്ടിയിട്ട് പെണ്ണുങ്ങളെ പള്ളിക്കുന്നത്.
ഹിലാഫുൽ ഔല പറഞ്ഞാൽ നല്ലീന്റെ എതിര് എന്ന് പറഞ്ഞാൽ പറ്റ പടക്ക് എന്നല്ലേ. പറ്റ പടക്ക് ചെയ്യാൻ ഞങ്ങൾ 40 ആളെയും കൂട്ടിയിട്ട് മെമ്പർമ കയറാൻ വേണ്ടി നിൽക്കണേ. സാധാരണക്കാരനായ ആളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ നേർക്ക് നേരെ വിവരങ്ങൾ അറിയണം. നബി മുഹമ്മദുർ റസൂലുള്ളാഹ് മുത്തുനബിയുടെ അടുക്കൽ ഒരു അയറാബിയായ മനുഷ്യൻ വന്നു. അയാൾ വന്നിട്ട് പറഞ്ഞു, അവസാനം ഒരു നബി വരും, അയാളെ പേര് മുഹമ്മദാണ്. അതൊക്കെ ശരി തന്നെ, പക്ഷേ അത് നിങ്ങളാണ് എന്ന് വിശ്വസിക്കാൻ എന്താണാവോ തെളിവുള്ളത്? നിങ്ങളാണ് ആ മുഹമ്മദ് നബി എന്ന് ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? അപ്പൊ റസൂലുള്ളാഹി ചോദിച്ചു, ഞാനാണ് മുഹമ്മദ് നബി എന്ന് വിശ്വസിക്കാൻ നിങ്ങൾക്ക് എന്താ വേണ്ടത്? അപ്പൊ അയാൾ പറഞ്ഞു, മുഹമ്മദ് നബി നിങ്ങളാണെങ്കിൽ മുഹമ്മദ് നബി അവസാനത്തെ നബിയാണ്. അവസാനത്തെ നബി അള്ളാഹുവിന്റെ മുഴുവൻ സൃഷ്ടികൾക്കും നബിയാണ്, എല്ലാ ജീവജാലങ്ങൾക്കും നബിയാണ്. അതുകൊണ്ട് ആ കാണുന്ന വലിയ മരം അതാ, ആ മരം പറയട്ടെ നിങ്ങളാണ് മുഹമ്മദ് നബി എന്ന്. മുഹമ്മദ് നബി നിങ്ങളാണ് എന്ന് വിശ്വസിക്കണമെങ്കിൽ ആ മരം പറയട്ടെ. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളെ തന്നെ പറഞ്ഞയച്ചു, നിങ്ങൾ പോയി ആ മരത്തിന്റെ അടുത്ത് പോയിട്ട് മുഹമ്മദ് നബി വിളിക്കുന്നുണ്ട് എന്ന് പറയാം. അത് റസൂലുള്ളാഹി പറഞ്ഞപ്പോ ആ അയറാബി നേരെ പോവുകയാണ്. അയാൾ ആലോചിച്ച് നിന്നില്ല, കാരണം അന്ന് വഹാബിയൊന്നും ഇല്ലല്ലോ. ദത്തപ്പ മരത്തിന്റെ അടുത്തേക്ക് പോകണമെന്ന് ആലോചിച്ചാൽ അന്ന് ഒരു വേണ്ടേ. റസൂലുള്ളാഹി തങ്ങൾ ആ മരത്തിനോട് പോയി ചോദിച്ചു നോക്ക് എന്ന് പറഞ്ഞപ്പോ അയാൾ നേരെ പോയി ആ മരത്തിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, മുഹമ്മദുർ റസൂലുള്ളാഹി യദ്ഉക്, അള്ളാഹുവിന്റെ റസൂൽ നിന്നെ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അത് റസൂലുള്ളാഹിന്റെ പേരങ്ങ് കേട്ടപ്പോൾ ആ വൃക്ഷം ഫമാലത്തി ഇലൽ യമീനി വഇല ശിമാലി, അത് നിൽക്കുന്ന നിപ്പിൽ വലഭാഗത്തേക്കും ഇടഭാഗത്തേക്കും ഒന്നിങ്ങനെ ചാഞ്ഞു. യാത്രക്കോ ഒരുങ്ങാൻ മൂപ്പര് റസൂലുള്ളാഹി വിളിച്ചപ്പോഴേ മരം വലഭാഗത്തേക്കും ഇടഭാഗത്തേക്കും ഒന്ന് ചാഞ്ഞു. നേരെ മരം കടപുഴകിയിട്ട് ഇലാ ഹദറത്തി റസൂലില്ലാഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തിരുഹദറത്തിലേക്ക് നോക്കി നിൽക്കുന്ന ആളുകൾ പറയട്ടെ, റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് എത്തുന്തോറും ആ മരത്തിന്റെ കൊമ്പുകൾ, അതിന്റെ ഇലകൾ അതിങ്ങനെ താഴ്മയോടെ റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നു നിന്നിട്ട് ആദ്യം അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്നക റസൂലുള്ളാഹ് ഷഹാദത്തി കലിമ ചൊല്ലിയ ശേഷം റസൂലുള്ളാഹിക്ക് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് വൽ വഹ്ശു വൽ അസ്ജാറു കസ്സജദതു ലഹു വഅലൈഹി കസ്സല്ലംന ബഅദ തശഹുദി, ഷഹാദത്തി കലിമ ചൊല്ലിയ ശേഷം റസൂലുള്ളാഹിക്ക് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അത് കണ്ടു നിൽക്കുന്ന സഭ ഒന്നടങ്കം അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോഴോ ആ കണ്ടു നിൽക്കുന്ന സഭ വിശ്വസിച്ചുകൊണ്ട് അവർ റസൂലുള്ളാഹിനെ കൈപിടിച്ചുകൊണ്ട് ചുംബിക്കുകയാണ്, റസൂലുള്ളാഹിനെ ഉമ്മ വെക്കുകയാണ്, റസൂലുള്ളാഹിനെ അതിരറ്റ് സ്നേഹിക്കുകയാണ്, അങ്ങേയറ്റം ബഹുമാനിക്കുകയാണ്, അങ്ങേയറ്റം മഹബത്ത് വെക്കുകയാണ്. മഹബത്തിന് അതിര് കണക്കാക്കാൻ പറ്റൂല. ഒരാൾക്ക് മറ്റേയാളുടെ സ്നേഹത്തിന് എങ്ങനെ അതിര് കണക്കാക്കല്? മഹബത്തിന് അതിര് കണക്കാക്കാൻ പറ്റൂല. അത് ഒരാൾക്കും നിർണയിക്കാൻ പറ്റിയതല്ല. അതല്ലേ ലൈല മജ്നൂൻ പറഞ്ഞത്, അൽ മജ്നൂനു ഫിൽ മൈദാനി കൽബ فجر عليه للإحسان ليلا فلاموه على ما كان منه وقالوا لمنحت الكلب ليلا وقال دعوا الملام فإن عيني رأته مرة في حي ليلا. ലൈല മജ്നൂൻ അയാളുടെ മഹബത്തിന്റെ റൂട്ടൊന്ന് വേറെയാണ്. പക്ഷേ മഹബത്ത് എന്ന സംഗതി അയാളുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് ലൈലയോട് മഹബത്ത് വർദ്ധിച്ചപ്പോൾ അങ്ങാടിയിൽ കണ്ട പട്ടിയെ പിടിച്ചിട്ട് ലൈല മജ്നൂൻ ചുംബിക്ക. ആളുകൾ ചോദിച്ചു, എന്ത് പിരാന്താ കാണിക്കണത് നീ? എന്തിനാണ് അല്ലാഹ് ഞാൻ ഭ്രാന്ത് കാണിക്കേ? ഈ പട്ടിയെപ്പറ്റി നിങ്ങൾക്കറിയോ? എന്റെ ഹൃദയത്തിലെ ഏറ്റവും പ്രേമഭാജനമായ എന്റെ ലൈലയുടെ നാട്ടിൽ കൂടെ ഈ പട്ടി നടന്നു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ ലൈലയുടെ മുഖത്തേക്ക് ഈ പട്ടി നോക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിന്റെ കണ്ണ് എന്റെ ലൈലയെ കണ്ട കണ്ണാ, ഇതിന്റെ കാരി എന്റെ ലൈലന്റെ മുറ്റത്ത് കൂടെ നടന്ന കാരാ. അതുകൊണ്ടാണ് ഉഖബ്ബിലുദൽ ജിദാറ ബദൽ ജിദാറ എന്ന് പറഞ്ഞത്. പ്രിയപ്പെട്ട ഹുബ്ബ്, ഹൃദയത്തിൽ ഹുബ്ബ് എന്നത് ഉണ്ടാകുമ്പോൾ അതിന് പരിധി നിശ്ചയിക്കാൻ പറ്റൂല. റസൂലുള്ളാഹി മരത്തിനെ വിളിക്കാൻ വേണ്ടി പറഞ്ഞു, ആ കണ്ട പട്ടിയെ പിടിച്ചിട്ട് ലൈല മജ്നൂൻ ചുംബിക്ക. ആളുകൾ ചോദിച്ചു, എന്ത് പിരാന്താ കാണിക്കണത് നീ? എന്തിനാണ് അല്ലാഹ് ഞാൻ ഭ്രാന്ത് കാണിക്കേ? ഈ പട്ടിയെപ്പറ്റി നിങ്ങൾക്കറിയോ? എന്റെ ഹൃദയത്തിലെ ഏറ്റവും പ്രേമഭാജനമായ എന്റെ ലൈലയുടെ നാട്ടിൽ കൂടെ ഈ പട്ടി നടന്നു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ ലൈലയുടെ മുഖത്തേക്ക് ഈ പട്ടി നോക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിന്റെ കണ്ണ് എന്റെ ലൈലയെ കണ്ട കണ്ണാ, ഇതിന്റെ കാരി എന്റെ ലൈലന്റെ മുറ്റത്ത് കൂടെ നടന്ന കാരാ. അതുകൊണ്ടാണ് ഉഖബ്ബിലുദൽ ജിദാറ ബദൽ ജിദാറ എന്ന് പറഞ്ഞത്. പ്രിയപ്പെട്ട ഹുബ്ബ്,
ഹൃദയത്തിൽ ഹുബ്ബ് എന്നത് ഉണ്ടാകുമ്പോൾ അതിന് പരിധി നിശ്ചയിക്കാൻ പറ്റൂല. റസൂലുള്ള മരത്തിനെ വിളിക്കാൻ വേണ്ടി പറഞ്ഞു. ആ അഅറാബിയായ മനുഷ്യൻ പോയി വിളിച്ചു, കണ്ടു, അനുഭവിച്ചു. അപ്പൊ അവരെല്ലാവരും യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഇപ്പോ വഹാബികൾ പറയാ അങ്ങനെ ചുംബിക്കാൻ പറ്റൂല. എന്തേ ഇവര് ചുംബിച്ചത്? ഇവരെന്തേ ആദരിച്ചത്? അള്ളയാണല്ലോ ഇപ്പൊ ഇരിക്കണത് എന്നുള്ള നിലക്കല്ല. പിന്നെ പടച്ചോനെ, ഞമ്മക്ക് അള്ളാനെ പഠിപ്പിച്ചു തന്ന ആളാണല്ലേ ഈ ഇരിക്കണത്, അള്ളാനെ കണ്ട ആളാണല്ലേ ഈ ഇരിക്കണത്, അള്ളാനെ മനസ്സിലാക്കി തന്ന ആളാണല്ലേ ഈ ഇരിക്കണത്, അള്ളാഹു പറഞ്ഞയച്ച ആളാണല്ലേ ഈ ഇരിക്കണത്. ആ രൂപത്തിൽ അവർ ബഹുമാനിച്ചത്. അതിനാണ് സുന്നത്ത് ജമാഅത്ത് ലോകം മുഴുവനും ആദരിക്കുന്നത്. ഏതുപോലെ ബഹുമാനപ്പെട്ട ശൈഖുന AP ഉസ്താദ്, അള്ളാഹു ദീർഘായുസ് കൊടുക്കണം. AP ഉസ്താദിനെ നമ്മളെല്ലാവരും അതിരറ്റ് മഹബത്ത് വെക്കുന്നു. ഉസ്താദിന്റെ മോനുണ്ട് അബ്ദുൽ ഹക്കീം അസ്ഹരി. അപ്പൊ ഹക്കീം അസ്ഹരിയെ കണ്ടപ്പോ ഇത് AP ഉസ്താദിന്റെ മോനാണല്ലോ, AP ഉസ്താദിന്റെ മോനാണല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ കുട്ടിയെ ബഹുമാനിക്കുന്നു, ആ കുട്ടിയെ സ്നേഹിക്കുന്നു. അപ്പൊ ആരെങ്കിലും നമ്മളോട് വന്നിട്ട് പറയാം, പിന്നെ നിങ്ങൾ ഈ കുട്ടിനെ എങ്ങനെ സ്നേഹിക്കരുത്, കാരണം ഇതിനെങ്ങനെ നിങ്ങൾ നോക്കുകയാണെന്ന് വെച്ചാൽ ഇത് ബാപ്പയാണ് എന്ന് തോന്നിപ്പോകും. എങ്ങനെയുണ്ട്? 22 വയസ്സായ ഹക്കീമും 70 വയസ്സായ ബാപ്പാനെയും കൂടി കണ്ടാൽ ഇത് ബാപ്പയാണെന്ന് കരുതി പോകും എന്ന് പറഞ്ഞാൽ അതിന് 13-ാം നമ്പർ ബസ്സുണ്ട് കോഴിക്കോട്ട് കൂടെ പോണ്, അതിൽ കയറ്റാം. എന്നിട്ട് കുതിരവട്ടത്തേക്കാണ് പോണത്, അവിടെ ഇറക്കുക. അല്ലാതെ ഇവിടെ തെളിവ് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ സ്നേഹിക്കുന്ന ഏതൊരു സാധനത്തെ കാണുമ്പോഴും വാപ്പയെ സ്നേഹിക്കുന്ന ആളുകൾ കിതാബുകളിലൊക്കെ എന്താ ഓർമ്മപ്പെടുത്തിയത്? ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന, ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന എന്റെ ഒരു കൂട്ടുകാരൻ, അയാളെ വീട്ടിൽ വളർത്തുന്ന പശുവുണ്ട്, കയറ് പൊട്ടിച്ചിട്ട് ഇങ്ങനെ പോണ്. എനിക്ക് ഉറപ്പാണ് ഇത് എന്റെ സ്നേഹിതന്റെ പശുവാണ്. ആ പശുവിനെ ഞാൻ പിടിച്ചു വെക്കുക, അവിടെ കെട്ടിയിടുക, അദ്ദേഹത്തിന് വിവരം കൊടുക്കുക, അല്ലെങ്കിൽ ആ പശുവിനെ തെളിച്ചിട്ട് അയാളെ വീട്ടിൽ വരെ എത്തിച്ചു കൊടുക്കുക. മഹബത്തിന്റെ ഭാഗമാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഏതൊരു സാധനത്തെ നാം മഹബത്ത് വെക്കുന്നോ അതുമായി ബന്ധപ്പെട്ട വസ്ത്രം, അതുമായി ബന്ധപ്പെട്ട ചെരുപ്പ്, അതുമായി ബന്ധപ്പെട്ട ഉമിനീര്, അതുമായി ബന്ധപ്പെട്ട അതല്ലേ. വല്യപ്പാക്ക് പേരക്കുട്ടികളോട് എന്ത് ജാതി മഹബത്താണ്. കുട്ടിയേക്കും തന്നെ വല്യപ്പാനെയാ കൂടുതൽ ഇഷ്ടം, വാപ്പാനെ കിട്ടിയിട്ടില്ലെങ്കിലും പാടില്ല. കാരണം ആ സ്നേഹമാണ്. അപ്പൊ ചെറിയ കുട്ടിയെ, ഓമന കുട്ടിയെ എടുത്തിട്ട് വല്യപ്പ ഇങ്ങനെ പൊന്തിച്ചു കുടിച്ചു. അപ്പോഴാണ് കുട്ടി ഒന്നായിട്ട് മൂത്രം ഒഴിച്ചത്. എന്നാലും മഹബത്ത് തന്നെ. കുട്ടി ഛർദ്ദിച്ചു, എന്നാലും മഹബത്ത് തന്നെയാണ്. കുട്ടിയുടെ എന്നാലും മഹബത്താണ്. മഹബത്തിന് അതിര് വരുമ്പോൾ നിശ്ചയിക്കാൻ പറ്റൂല. ഒരാള് മറ്റേയാളെ സ്നേഹിക്കുന്ന മഹബത്ത് എന്ന്, ഈമാൻ എന്ന സംഗതിക്കൊരു രുചിയുണ്ട്. ആ രുചിയാണ് മഹബത്ത് എന്നത്. ഈമാന്റെ രുചിയാണ് മഹബത്ത്. പ്രിയപ്പെട്ട സഹോദരന്മാർ, ഓരോ സാധനത്തിന് അതിൻ്റെതായ ഒരു രുചിയുണ്ട്. മാങ്ങ, അതിന്റെ ഒരു രുചിയുണ്ട്. നെയ്ച്ചോറിന് അതിന്റെ ഒരു രുചിയുണ്ട്. നല്ല കണ്യാങ്ങന്റെ അച്ചാർ ഇട്ടിട്ട് ആ അച്ചാർ ഇങ്ങനെ കൂട്ടിയാൽ എന്താ അതിന്റെ രുചി അല്ലേ? ആരും മുണ്ടണില്ല, തൊള്ളയിൽ മുഴുവൻ വെള്ളം നിറഞ്ഞാൽ പിന്നെ എങ്ങനെ മുണ്ട്? അത് സ്വാഭാവികമാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ. അപ്പൊ ഓരോന്നിനും കണ്യാങ്ങന്റെ അച്ചാറാകുമ്പോൾ അതിനൊരു രുചിയുണ്ട്, ഓരോന്നിനും അതിന്റെ രുചിയുണ്ട്. എന്നാൽ ഈമാൻ എന്ന സംഗതിയുടെ രുചി, ആ രുചിയാണ് മഹബത്ത് എന്നത്. മഹബത്ത് വർദ്ധിക്കുമ്പോൾ നബി മുഹമ്മദുർ റസൂലുള്ളാഹ്, ഒരിക്കൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്തുണ്ട്. ആ സൂറത്ത് ഖുർആനിന്റെ സുലുസുൽ ഖുർആൻ 1/3 സ്ഥാനത്താണ്. 10 ജുസ്ഇന്റെ സ്ഥാനത്ത് ഒരു സൂറത്ത് നിൽക്കും. അത്ര പ്രാധാന്യമുള്ള സൂറത്ത് അതാണ് ഖുൽ ഹുവല്ലാഹു അഹദ്. അപ്പൊ അത് 3 പ്രാവശ്യം ഓതിയാൽ ഒരു ഖത്തം തീർത്ത പ്രതിഫലമാണെന്ന് മുഹമ്മദ് മുസ്തഫ. 3 ഖുൽ ഹുവല്ലാഹു ഓതിയാൽ ഒരു ഖത്തം തീർത്ത പ്രതിഫലമുണ്ട്. ഞാൻ ഇതാരും തെറ്റായി മനസ്സിലാക്കണ്ട. ഞാൻ ഖത്തം നീർച്ചാക്കി കുടുങ്ങി കുത്തിരിക്കുക, എന്നാ 3 ഖുൽ ഹുവല്ലാഹു ഓതിയാൽ മതിയല്ലോ എന്ന് അതിൽ അങ്ങോട്ട് കേൾക്കണ്ട. പിന്നെ ഖുൽ ഹുവല്ലാഹുവിന് വിശുദ്ധ ഖുർആന്റെ പവിത്രത, അതിന്റെ സ്നേഹം. അപ്പൊ ആ ഖുൽ ഹുവല്ലാഹുവിന് ഒരു ഖുൽ ഹുവല്ലാഹു ഓതിയാൽ 10 ജുസ്, 3 ഓതിയാൽ ഒരു ഖത്തം തീർത്ത പ്രതിഫലം. ഇത് മനസ്സിലാക്കിയ ഒരു സ്വഹാബി അതങ്ങ് ഹൃദയത്തിൽ പൂർണ്ണമായി ഉറപ്പിച്ചു. സുബ്ഹാനല്ലാഹ്. പിന്നീട് ആ സ്വഹാബി ഇരുത്തത്തിലും നടത്തത്തിലും കിടത്തത്തിലും എല്ലാം ഖുൽ ഹുവല്ലാഹു തന്നെ, എല്ലാ സമയത്തും ഖുൽ ഹുവല്ലാഹു. റസൂലുള്ളാഹി തങ്ങൾ മദീനത്ത് എന്നിട്ട് ആദ്യം ഉണ്ടാക്കിയ പള്ളിയാണ് മസ്ജിദുൽ തഖ്വ, ഖുബായിലെ പള്ളി. ആ പള്ളിയിൽ ഈ സ്വഹാബിയെ ഇമാമായി നിശ്ചയിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ പള്ളിയായ മദീന പള്ളിയിലേക്ക് മാറി. ഇടയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുബാവ് പള്ളിയിൽ വരും. ശനിയാഴ്ച അധിക സമയത്തും അവിടെ ഒരുപാട് സമയം ദുആ ചെയ്തിരിക്കും. ഈ പള്ളിയിൽ ഇമാമായി നിശ്ചയിച്ച സ്വഹാബി, അദ്ദേഹത്തിന് ഖുൽ ഹുവല്ലാഹുവിനുള്ള മഹബത്ത് കൂടി. എല്ലാ സമയത്തും ഖുൽ ഹുവല്ലാഹു കൂടി മൂപ്പര മഹബത്ത് നിസ്കാരത്ത് കയറി.
ഇങ്ങനെ നിസ്കരിക്കാൻ വേണ്ടി ഇപ്പൊ ഇമാമാകുമ്പോൾ ഫാത്തിഹ ഓതി ഒരു സൂറത്ത് ഓതി പിന്നെ ഖുൽ ഹുവല്ലാഹും കൂടി ഓതും, എന്നിട്ട് റുക്കൂഇൽ പോകും. അപ്പൊ സ്വാഭാവികമായും അത് ചർച്ച വന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്തൊരു ദിവസം പിന്നെ വന്നപ്പോ സ്വഹാബാക്കൾ പറഞ്ഞു, നബിയെ ഞങ്ങളെ ഇമാമുണ്ടല്ലോ മൂപ്പര് ഖുൽ ഹുവല്ലാഹുവിന്റെ ആളാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, മോനെ നീ ഇങ്ങനെ അധികമായി ഖുൽ ഹുവല്ലാഹു? ബലാ യാ റസൂലല്ലാഹ്, നബിയെ അന്ന് തങ്ങൾ പറഞ്ഞില്ലേ വിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്തുണ്ട്, ഒരു പ്രാവശ്യം ഓതിയാൽ തന്നെ 10 ജുസ് ഓതിയ പ്രതിഫലമാണ്. അത്ര ശ്രേഷ്ഠതയുള്ള ഖുൽ ഹുവല്ലാഹുവിനെ കുറിച്ച് കേട്ടപ്പോൾ ഞാൻ ഖുൽ ഹുവല്ലാഹുവിനെ മഹബ്ബത്ത് വെച്ചു. എന്റെ ഇരുത്തത്തിലും കിടത്തത്തിലും നടത്തത്തിലും ഉറക്കത്തിലും എന്ന് വേണ്ട, എല്ലാ സമയത്തും ഞാൻ ഖുൽ ഹുവല്ലാഹു ആണ്. പടച്ചവനെ നാളെ ആഖിറത്തിൽ വരുന്ന സമയത്ത് എന്നെ രക്ഷപ്പെടുത്താൻ വിശുദ്ധ ഖുർആന്റെ ഖുൽ ഹുവല്ലാഹു എങ്കിലും എനിക്ക് വേണ്ടേ? ആഖിറത്തിൽ എന്റെ രക്ഷയ്ക്ക് വേണ്ടി ഒന്നിനെ പിടിക്കണ്ടേ? ഒരുത്തനെ പിടിക്കുന്നത് കരുത്തനെ പിടിക്കണമെന്ന് പറഞ്ഞില്ലേ? ഞാൻ സ്വഹാബി ഖുൽ ഹുവല്ലാഹു ആയത് പിടിച്ചു. ആ ബഹുമാന്യര് പറയുന്നു, അള്ളാഹുവിന്റെ അടുക്കൽ വരുമ്പോൾ എന്നെ രക്ഷപ്പെടുത്താൻ വിശുദ്ധ ഖുർആനിലെ ഖുൽ ഹുവല്ലാഹു ഉണ്ടാകുമല്ലോ, ഞാൻ അത് പിടിച്ചതാണ് നബിയേ. അതിനോട് എനിക്ക് അതിരറ്റ മഹബ്ബത്താണ്. അപ്പൊ റസൂലുള്ളാഹി എന്താ പറഞ്ഞത്? മഹബ്ബതുക ഇയ്യാഹാ തുദ്ഖിലുകൽ ജന്ന. അതിരറ്റ മഹബ്ബത്ത് നിനക്ക് ഖുൽ ഹുവല്ലാഹുവിനോടുണ്ടോ? എന്നാൽ ആ മഹബ്ബത്ത് നിന്നെ സ്വർഗത്തിലെത്തിക്കും. മുഹമ്മദ് മുസ്തഫ മഹബ്ബത്ത് ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന ആ മഹബ്ബത്ത് അത് ഈമാനിന്റെ ലദ്ദത്താണ്. ഈമാനിന്റെ ലദ്ദത്താണ്. ആ ലദ്ദത്ത് ആസ്വദിക്കാൻ സാധിക്കണമോ? അഹ്ലുസുന്ന വൽ ജമാഅയുടെ പൂർവികരായ മഹാന്മാർ, സ്വഹാബാക്കൾ, താബിഈങ്ങൾ, താബിഈങ്ങൾ അവർ നമുക്ക് കാഴ്ചവെച്ച് പഠിപ്പിച്ചു തന്ന ആ റൂട്ടിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ മാത്രമേ നമുക്ക് ആ മഹബ്ബത്ത് ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ആ മഹബ്ബത്ത് എല്ലാറ്റിനോടും കാണും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് വെക്കുമ്പോൾ എന്താ ഖുൽ ഹുവല്ലാഹു അതിന്റെ പ്രത്യേകത? ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് ഒരേ സമയത്ത് അള്ളാഹുവിന്റെ തൗഹീദിന്റെ ഡെഫിനിഷൻ പഠിപ്പിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം പഠിപ്പിക്കുന്നു. രണ്ടും പഠിപ്പിക്കുന്ന അധ്യായമാണ്. ഖുൽ ഹുവല്ലാഹു അഹദ് രണ്ടും പഠിപ്പിക്കാൻ. ഒന്ന് അള്ളാഹുവിന്റെ തൗഹീദ് പഠിപ്പിക്കുന്നു, രണ്ട് റസൂലുള്ളാഹിന്റെ മഹത്വം പഠിപ്പിക്കുന്നു. ഖുൽ ഹുവല്ലാഹു അഹദ് എന്തേ? ഹുവല്ലാഹു അഹദ്, അതാണ് വിഷയം. അള്ളാഹു ഏകനാണ്. അള്ളാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ല. അള്ളാഹു അല്ലാതെ ലോകത്തിന് ഉടമസ്ഥനില്ല. ഈ സത്യം ലോകം അറിയണം. എങ്ങനെ അറിയണം? എല്ലാ ജീവജാലങ്ങളും അറിയണം, എല്ലാ സൃഷ്ടിചരാചരങ്ങളും അറിയണം, എല്ലാ സചേതന അചേതന വസ്തുക്കളും അറിയണം. അതിന് അള്ളാഹു എന്താ പറഞ്ഞത്? എന്താ അള്ളാഹു പറഞ്ഞത്? നബിയെ എന്റെ തൗഹീദ്, നബിയെ എന്റെ തൗഹീദ് അത് ലോകം മുഴുവനും അറിയണം. പക്ഷേ ലോകം മുഴുവനും എന്നെ മനസ്സിലാക്കുന്നത് നബിയെ തങ്ങളെ നാവുകൊണ്ട് ആവട്ടെ, അതാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് ഖുൽ, ലോകത്തോട് നബിയെ തങ്ങൾ പ്രഖ്യാപിക്കുക, ഹുവല്ലാഹു അഹദ്, അള്ളാഹു അഹദാണെന്ന കാര്യം ലോകം അംഗീകരിച്ച് അറിയേണ്ടത് റസൂലുള്ളാഹിന്റെ നാവുകൊണ്ട് ആവട്ടെ, അതാണ് എനിക്കിഷ്ടമെന്ന് പഠിപ്പിക്കാണ് ഖുൽ. ലോകത്തോട് നബിയെ തങ്ങൾ പ്രഖ്യാപിക്കുക, ഹുവല്ലാഹു അഹദ്, അള്ളാഹു അഹദാണ്, അള്ളാഹു സമദ്, അള്ളാഹു സമദാണ്. ഈ യാഥാർത്ഥ്യം ലോകം അറിയുന്നത് തങ്ങളെ നാവുകൊണ്ട് അവനാണ് എനിക്കിഷ്ടമെന്ന് അള്ളാഹു പഠിപ്പിക്കുന്നു. ഖുൽ. അപ്പൊ ഖുൽ ഹുവല്ലാഹു അഹദ് തൗഹീദിന്റെ ഡെഫിനിഷൻ പഠിപ്പിക്കുന്നതോടൊപ്പം റസൂലുള്ളാഹിന്റെ മഹത്വം പഠിപ്പിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ചില ആൾക്കാർ ഇപ്പൊ മൗദൂദികളെ സാഹിത്യത്തിൽ റബീഉൽ അവ്വലിനെ ഇല്ലാതെയാക്കാൻ അതിങ്ങനെ വളച്ചൊടിച്ച് വിശദീകരിച്ചിട്ട് ഇങ്ങനെ പറയാം. എന്താ? അബ്ദുള്ള എന്ന പുരുഷനും ആമിന എന്ന സ്ത്രീക്കും മക്കത്ത് ജനിച്ച മുഹമ്മദ്. എന്തിനാണാവോ ഈ വിശദീകരണം? ആമിന എന്ന് പറഞ്ഞ പെണ്ണാന്ന് അറിയാത്തവരെ ആരാവിടെ? അല്ല, ആമിന എന്ന് പറഞ്ഞ സ്ത്രീക്കും അബ്ദുള്ള എന്ന് പറഞ്ഞ പുരുഷനും. അബ്ദുള്ള എന്ന് പറഞ്ഞാൽ ചങ്ങയാളെ പുരുഷനാന്ന് ആർക്കാ തിരിയാത്തത്? പിന്നെ എന്തിനാണ് ഈ വിശദീകരണം? നമ്മളെ ഹോസ്പിറ്റലില് പ്രസവ വാർഡ് എന്ന് എഴുതി വെച്ചാ പോരെ? പിന്നെ സ്ത്രീകൾക്ക് മാത്രം വേറെ എഴുതണം? എന്തൊരു അതിശയ! അബ്ദുള്ള എന്ന പുരുഷനും ആമിന എന്ന സ്ത്രീക്കും. എന്തിനാണാവോ ഈ വിശദീകരണം? നമ്മൾ മനസ്സിലാക്കണം, മുഹമ്മദ് നബി എന്നൊരു നബി ജനിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ജന്മദിനമില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു മൗലിദ് ആഘോഷിക്കേണ്ടതില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു നേർച്ച കഴിക്കേണ്ടതില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ നബിദിനത്തിന്റെ പേരിൽ ഇവര് എന്താണ്? അങ്ങനെ നബി ജനിച്ചിട്ടില്ല. യഥാർത്ഥത്തിൽ നബി മുഹമ്മദുർ റസൂലുള്ളാഹ്,
മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തും, അന നബിയുൻ വആദമു ബൈനൽ മാഇ വത്തീൻ. ആദം നബി അലൈഹിസ്സലാം കളിമണ്ണിലായിരിക്കുന്ന സമയത്ത് തന്നെ അല്ലാഹു തആല എന്നെ നബിയായി പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് പഠിപ്പിച്ചതിന് പുറമെ കിതാബുകളിലെല്ലാം കാണാം വതകല്ലുബക ഫിസ്സാജിദീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മിൻ സുൽബി നബിയിൻ ഇലാ സുൽബി നബിയിൻ ഹത്താ സിർതു നബിയ. ഒരു നബിയിൽ നിന്ന് അടുത്ത നബിയിലേക്ക്, ആ നബിയിൽ നിന്ന് അടുത്ത നബിയിലേക്ക്, ആ നബിയിൽ നിന്ന് അടുത്ത നബിയിലേക്ക്, നബിമാരുടെ പരമ്പരയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് എന്ന് കിതാബുകൾ മുഴുവനും പഠിപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച സമയം, ജനിച്ച മാസം, ജനിച്ച ദിവസം, പ്രത്യേകിച്ചും ആ മാസത്തിൽ മൊത്തത്തിലും ലോകത്ത് മുഴുവനും എല്ലാ സമയത്തും മുഹമ്മദുർ റസൂലുള്ളാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയാത്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കേൾക്കാത്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് സ്വലാത്ത് നടക്കാത്ത ഒരു സെക്കൻഡ് ലോകത്ത് എവിടെയും കഴിഞ്ഞു പോകുന്നില്ല. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇവിടത്തെ മൗദൂദികളും ഇവിടത്തെ മുജാഹിദുകളും പ്രിയപ്പെട്ട സഹോദരന്മാരെ അത് ഇകഴ്ത്തി കാണിക്കുമ്പോൾ സുന്നി ലേബലിലുള്ള ചില മെമ്പറിലും ചിലപ്പോൾ താഴ്ന്ന് ചിലപ്പോൾ മേലെന്ന് ഒക്കെ പഠിപ്പിക്കുക. ഞാൻ എൻ്റെ ചെറുപ്പക്കാരായ കുട്ടികളോട് ഓർമ്മപ്പെടുത്തുന്നത്, ഇവിടുത്തെ നാട്ടുകാരായ ആളുകളോട് ഓർമ്മപ്പെടുത്തുന്നത്, സാധാരണക്കാരായ ആളുകളെ വഞ്ചിക്കുന്നതിന് ആയത്തോതി പറ്റിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. സുബ്ഹാനല്ലാഹ്. എന്റെ നാട്ടില് ഒരു പെണ്ണ്, ആ തള്ളക്ക് ആകെ ഒരു ആൺകുട്ടിയുള്ളൂ. ഈ ആൺകുട്ടി BA ഒക്കെ പഠിച്ച് പാസ്സായപ്പോ തള്ള വിചാരിച്ച്, പഠിച്ചോൻ എന്റെ കുട്ടിനെ കൊണ്ട് എനിക്ക് രക്ഷപ്പെടാലോ. ഒരു ദിവസം തള്ള കുടിയേക്ക് എന്ന് നോക്കുമ്പോ ഈ ചെറുക്കൻ പറഞ്ഞു, ഉമ്മ നിങ്ങൾക്ക് കത്തമാണെങ്കിൽ നിങ്ങൾ ഓതി തീർത്തോളി, നിങ്ങൾക്ക് യാസീൻ ആണെങ്കിൽ നിങ്ങൾ ഓതി തീർത്തോളി, നിങ്ങൾ മരിച്ചാൽ ഞാൻ കത്തോ ഓതൂല യാസീനും ഓതൂല. പുന്നാരം മനെ, എന്തേ ഉമ്മാന്റെ കുട്ടി അങ്ങനെ പറയണത്? അത് മൗലവി പറഞ്ഞിക്കണ്, നിങ്ങൾ മരിച്ചിട്ട് ഞാൻ ഓതിയാ യാതൊരു കൂലി നിങ്ങൾക്ക് കിട്ടൂല. മൗലവി പറഞ്ഞാൽ പോരല്ലോ, അത് ആലിമീങ്ങൾ പറയണ്ടേ, അത് ഖുർആനിൽ അങ്ങനെയാണുള്ളത് ഉമ്മ. എന്നാ ഞാൻ മൗലവി പറഞ്ഞ ആയത്തൊന്ന് എഴുതി കാട്ടിക്കാം, ഞാനത് ഉസ്താദന്മാരോടായിരുന്നു ചോദിച്ചു നോക്കട്ടെ. ഞാൻ ഒരു ദിവസം തറവാട് വരിയിൽ ഉമ്മാൻ്റെ തീർന്നു നോക്കുമ്പോൾ ഒരു പെണ്ണുങ്ങൾ വാതിക്ക് അങ്ങനെ കാത്തിട്ടെ ചെന്ന് നോക്കുമ്പോ ഉമ്മ അറിഞ്ഞോട്, ഇതള്ള രണ്ടോട്ടാ ഇതോടെ വരുന്നുവാനെ, എന്താ അതിന് പറയാനുള്ള ഒന്ന് കേട്ടു നോക്കിയാറും. എന്തേ അമ്മായി എന്ന് ചോദിച്ചാ, മനെ ഞങ്ങൾക്ക് അറിയില്ലേ ഞാൻ കദിയമസാത്തിയാണെന്നൊക്കെ പറഞ്ഞാൽ ആയിക്കോട്ടെ അതിന് എന്തേന്ന് ചോദിച്ചു. എനിക്ക് ആകെ ഒരു കുട്ടിയുള്ളൂ, മോൻ ഇങ്ങനെ ഞാൻ മരിച്ചാൽ യാസീൻ ഓതൂല എന്നാ പറയണത്, അതിനൊരു ആയത്തും ഉണ്ടല്ലോ, നോക്കട്ടെ ആയത്ത് കൊടുക്കുക. അപ്പൊ ആയത്ത് നമുക്കൊക്കെ മനസ്സിലായി, നിങ്ങൾക്ക് മനസ്സിലായി ആയത്ത്? വാലൈസലിൻസാനി ഇല്ലാ മാസാ. ഓരോരുത്തർ അധ്വാനിച്ചതേ ഓരോരുത്തർക്ക് കിട്ടുള്ളൂ. അതാണ് ഇപ്പൊ നേർക്ക് നേരെയാണ് വെച്ചു കൊടുത്തിരിക്കുന്നത്. ഈ ആയത്ത് കണ്ടു നോക്കുമ്പോൾ ഇപ്പൊ ഈ വയസ്സായ അമ്മായിനോട് ഇപ്പൊ നമ്മളിഞ്ഞ് കുർത്തുബിയിൽ അങ്ങനെ ഉണ്ട്, മറ്റേ റാസിയിൽ ഇങ്ങനെ ഉണ്ട്, മറ്റേ കിതാബിൽ ഇങ്ങനെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു ഇത് അള്ളക്കെന്തത്ത് കുർത്തുബി. അപ്പൊ ഞാൻ ഇതിനോട് പറഞ്ഞു, അമ്മായി ഇതിന് വേറൊരു അർത്ഥം കൂടെ ഉണ്ട്, അത് ഞങ്ങൾക്ക് വെച്ചുതരാം, അത് നിങ്ങൾ ചെറുക്കന് പോയി പറഞ്ഞു കൊടുത്താൽ മതിയാവും. ഞാൻ എന്താ മനേന്ന് ചോദിച്ചു. നിങ്ങൾക്ക് പാർക്കാൻ പെരണ്ടോ ചോദിച്ചു. ആ പെരണ്ട്. സ്ഥലം ഉണ്ടോ ചോദിച്ചിട്ടുണ്ട്. എത്ര ഉണ്ട് ചോദിച്ചു. 1 ഏക്കറയും 10 സെന്റും അതിൽ പെരിയുണ്ട്. എന്റെ ആധാരം അടിയാധാരം കാര്യത്തെ വെച്ചാൽ ഒക്കെ ചെറുത്ത് തന്നെ ഉണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്യും, ആ ആധാരം അടിയാധാരം അതൊക്കെ എടുത്തിട്ടാണ് പള്ളിക്കൊക്കെ കൊണ്ടേ കൊടുത്തത്. നിങ്ങളെ ആ 1 ഏക്കറയും 10 സെന്റും പള്ളിക്കൊക്കെയാണ് വഖഫ് ചെയ്തത്. കാരണം നിങ്ങൾ അധ്വാനിച്ചത് നിങ്ങളെ കവറിലൊക്കെ ഉണ്ടാവുള്ളൂ. ചെറുക്കൻ കോളേജും വിട്ട് വന്നപ്പോണ്ട് തള്ള ആധാരമൊക്കെ ആയിട്ട് പള്ളിക്കൊക്കെ ഇങ്ങനെ പോകണം. എവിടുക്കാൻ നിങ്ങൾ പോകണു ചോദിച്ചു. ഞാൻ പള്ളിക്കൊക്കെ പോകുകയാണെയാണ്. എന്തേന്ന് ചോദിച്ചു. ഞാൻ നമ്മളെ കുടിയും പേരൊക്കെ പള്ളിക്കൊക്കെ കൊണ്ടുപോയി കൊടുക്കുകയാണ്. എന്തിനേമ്മ ചോദിച്ചു. വാലൈസലിൻസാൻ ഇല്ലാ മാസാ. ഉമ്മ നിങ്ങൾ പോകല്ലേ. വാലൈസലിൻസാൻ ഇല്ലാ മാസാ. ഞാൻ പോവുകയാണ്, ഞാൻ അധ്വാനിച്ചതേ എനിക്കുണ്ടാവുള്ളൂ. അല്ലമ്മ ഞാൻ ഒന്ന് പറയട്ടെ. വാലൈസലിൻസാൻ ഇല്ലാ മാസാ. ഞാൻ പള്ളിക്കൊക്കെ പോകാണ്. ഈ ആധാരം ഇതൊക്കെ അവിടെ കൊണ്ടുപോയി കൊടുക്കട്ടെ. അച്ചു മരിച്ചു വേണ്ട കുട്ടി. അജ്ജോ യാസീൻ ഓതൂല. എന്റെ യാസീൻ എനിക്കും വേണ്ട, 5 സ്വത്ത് എനിക്കും വേണ്ട. വാലൈസലിൻസാൻ ഇല്ലാ മാസാ. എന്റെ കത്ത എനിക്കും വേണ്ട, 5 സ്വത്ത് എനിക്കും വേണ്ട. വാലൈസലിൻസാൻ ഇല്ലാ മാസാ. സുബ്ഹാനല്ലാ. പള്ളി മുതൽ പേരെ വരെ വാലൈസലിൻസാൻ കൊണ്ട് എന്തോ ഒരു കളിയാണ് നിങ്ങൾ. പിറ്റേത്ത ആഴ്ച ഞാൻ പെരയിൽ ചെന്ന് നോക്കുമ്പോണ്ട് വല്യമ്മ വാതിക്കെ തന്നെ പിന്നെ എന്തേ അബ്ബായി ചോദിച്ചു. ഞാൻ ഇതിലൊന്നും നിൽക്കണില്ലോ അല്ല കുട്ടിയാ. നിൽക്കൂല. വാലൈസലിൻസാൻ യാസീന് മാത്രമാകുമ്പോഴാണ് ഈ നിൽക്കല്. അത് ഇവിടുന്ന് അങ്ങോട്ടും കിട്ടൂല. നിങ്ങളെന്താ വിചാരിച്ച ആയത്തിനൊക്കെ ഒരർത്ഥം മാത്രമേ ഉള്ളൂ. എന്ത് ജാതി അർത്ഥമുണ്ട്? ഇപ്പൊ വാലൈസലിൻസാനിയാണ് ഓർക്കുമ്പോ എന്താണ്, എന്റെ യാസി എനിക്കും വേണ്ട, എന്റെ സ്വത്തോട്ട് എനിക്കും വേണ്ട. അവനാ അധ്വാനിച്ചത് അവനാ ഉണ്ടാവുള്ളൂ. ഞാൻ അധ്വാനിച്ച് കിട്ടിയ സ്വത്ത് എന്റെ കവറിലേക്ക് ഞാൻ വഖഫ് ചെയ്യാണ്. ഇപ്പൊ നോക്കുമ്പോ ആവിയിൽ നിൽക്കണില്ലല്ലോ. നോക്കിങ്ങൾ. ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുന്നത്, ഏതെങ്കിലുമൊക്കെ ഒരു ആയത്തിങ്ങോട്ട് ഓതിയിട്ട് പേടിപ്പിച്ച് മാത്രം സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാരെ
ഇതാണ് നേരെന്ന് എഴുതാൻ പറ്റില്ല. പള്ളിക്കര് മൂല്യന്മാരെ ചേക്കുമ്പോൾ ചില ആൾക്കാർ പറയും, മൂല്യാരെ ഒന്നും കുഴപ്പമില്ല, ആ ജുമാക്ക് മുമ്പ് 2 വാക്ക് പറഞ്ഞാൽ മതിയാണ്. ഒരു മൂല്യാരായിക്കോട്ടെ, എന്നാ കയറിയോടെ പോയി നോക്കാൻ നമുക്ക് പോയി. അവിടെ ചെന്ന് നോക്കുമ്പോൾ എന്താര്യങ്ങൾ മുത്തവല്ലിന് നീച്ചുന്നു ജുമാന്റെ മുമ്പ്. മൂപ്പര് പറഞ്ഞു കമ്മിറ്റിക്കാരും പോകരുത്, പ്രസിഡന്റിന് എന്തോ പറയാണ്ട് ജുമാ കഴിഞ്ഞിട്ട്. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ അവിടുത്തെ മേക്കാളി നീച്ചെന്ന് ആട് പറഞ്ഞു വരുന്ന ഞായറാഴ്ച, പിറ്റത്തെ ഞായറാഴ്ച എൻ്റെ മകളെ കല്യാണമാണ്, എല്ലാവരും വരണമെന്നാണ്. ജുമാന്റെ മുമ്പാണ് പതി. അത് കഴിഞ്ഞപ്പോൾ പ്രസിഡന്റ് നീച്ചെന്നിട്ട് പറഞ്ഞു റബ്ബർ തോട്ടം മറ്റേ മൂച്ചയൊക്കെ ലേലം ചെയ്യാണ്ട്, അതുകൊണ്ട് ആരും ജുമാ കഴിഞ്ഞിട്ട് പോകരുത്. അപ്പൊ പിന്നെ സെക്രട്ടറി നീച്ചിട്ട് പറഞ്ഞു നമുക്ക് പുതിയ മൂല്യാർ വന്നിക്കണം, ഇനി അയാൾ പ്രസംഗിക്കുന്നു. അപ്പൊ മൂപ്പരണി നീച്ചെന്നിട്ട് പറഞ്ഞു ഇനി സാമാജിക അവസരമാണ്, ആർക്കും വേണ്ടിച്ചാലും പറയാം നോക്കണെങ്കിൽ. അപ്പോ അങ്ങനെ അവിടെ പിന്നെ പ്രസംഗം നിർത്തി. ഞാൻ ഓർമ്മപ്പെടുന്ന വെറും ആയത്തും ഹദീസും കൊണ്ട് തന്നെ നടക്കണമെങ്കിൽ നാടൻ കൊടുക്കണം ചില സംഗതികളൊക്കെ. അതുകൊണ്ട് സാധാരണക്കാരായ ആളുകളോട് ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ. നമ്മളെ ഈ ജുമാഅത്ത് പള്ളി എന്ന് പറഞ്ഞാൽ, മിമ്പർ എന്ന് പറഞ്ഞാൽ, അതിന്മേൽ ഇവിടെ മഞ്ചേരി പള്ളിക്ക് എന്നൊക്കെ പറഞ്ഞാൽ മരക്കാരുട്ടി മുസ്ലിയാരെ പോലത്തെ ഇൽമിന്റെ ബഹറായ ആൾക്കാർ, അവരുടെ ദറജ അല്ലാഹു ഉയർത്തുമാറാവട്ടെ. അദ്ര മുസ്ലിയാരെ പോലത്തെ വലിയ വലിയ മഹാന്മാർ, എത്ര വലിയ ആലിമ്യങ്ങളൊക്കെ ജീവിച്ചു പോയ, എത്ര വലിയ ആലിമ്യങ്ങളൊക്കെ ദർസ് നടത്തിയ സ്ഥല. എന്നിട്ട് ആ മിമ്പറമ്മേൽ വെച്ചുകൊണ്ട് മൊയ്തീൻ ഷേഖ് എന്നിട്ട് തങ്ങൾ ജനിച്ചിട്ടില്ല. സുബ്ഹാനല്ലാഹ്. ഇനിയിപ്പോ റസൂലുള്ള റബീഉൽ അവ്വൽ 12-ന് ജനിച്ചിട്ടില്ല. അതാ ഞാൻ പറഞ്ഞത് കൊടുങ്ങല്ലൂരിൽ നിന്ന് വരണം എന്നെങ്കിലേ സ്വഹാബത്ത് പറഞ്ഞതാവുള്ളൂ. ഇത് കടുങ്ങല്ലൂരിൽ നിന്ന് എത്തിയതാണ്, അപ്പൊ സ്വഹാബത്ത് പറഞ്ഞതാവൂല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അറബി എഴുത്തിലിങ്ങനെ വായിച്ചാല് മക്കം മുക്കം ഒരേ മാതിരിയാന്ന് നിങ്ങൾ. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മൾ ദീൻ പഠിക്കാൻ വേണ്ടി ഉദ്ദേശിച്ച ആളുകൾ പഴയ കാലം മുതൽക്കേ ഹബീബ് മുഹമ്മദ് മുസ്തഫ, അവിടുത്തെ കണ്ട സ്വഹാബാക്കളെ കണ്ട താബിഈങ്ങളെ കണ്ട താബിഈങ്ങൾ. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹിനെ മഹബത്ത് വെച്ച് 7ാമത്തെ വയസ്സിൽ റസൂലുള്ളാഹിന്റെ കൂടെ കൂടിയ, വളരെ ചെറിയ പ്രായത്തിൽ റസൂലുള്ളാഹിനെ കൊണ്ട് വിശ്വസിച്ച അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ മഹബത്ത് വെച്ചു. സുബ്ഹാനല്ലാഹ്. അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ചിന്തിച്ചു, പടച്ചവനെ, എനിക്ക് മുത്തുനബിയെ കൊണ്ട് സ്വർഗം കിട്ടാൻ ഞാൻ റസൂലുള്ളാഹിക്ക് ഖിദ്മ ചെയ്യട്ടെ. എന്താണ് അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് തങ്ങൾ ഖിദ്മത്ത് ചെയ്തത്? റസൂലുള്ളാഹിന്റെ ചെരുപ്പിന് ഖിദ്മത്ത് ചെയ്തു. റസൂലുള്ളാഹിന്റെ ചെരുപ്പ് എടുക്കുക, അത് തുടക്കുക, അത് റെഡിയാക്കുക, അത് പൊടി തട്ടുക, റസൂലുള്ളാഹിക്ക് വെച്ചു കൊടുക്കുക. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹിന്റെ ചെരുപ്പ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അരക്കെട്ടിന് താഴെയാക്കി പിടിക്കാറില്ല. റസൂലുള്ളാഹിന്റെ ചെരുപ്പ് രണ്ടും ഇങ്ങനെ ഉയർത്തി മാത്രമേ പിടിക്കാറുള്ളൂ. റസൂലുള്ളാഹിനെ മഹബത്ത് വെച്ച ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സഅദ് ഇബ്നു മസ്ഊദിൻ ബിഖിദ്മത്തിന അലൈഹി, റസൂലുള്ളാഹിന്റെ ചെരുപ്പിന് ഖിദ്മത്ത് ചെയ്തുകൊണ്ട് സ്വർഗം സമ്പാദിച്ച സ്വഹാബി ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ്. ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജനാസ വഫാത്തായപ്പോൾ റസൂലുള്ളാഹിന്റെ ജനാസ മറവ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്നു. ഞാൻ കൊണ്ടുപോകുന്ന സമയത്ത് അതാ ഒരു സ്വഹാബാക്കളെല്ലാം അവസാനം റസൂലുള്ളാഹിനെ ഒന്ന് തൊടുന്നതിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. തടി അല്പം കൂടിയ ഒരു സ്വഹാബി, അദ്ദേഹത്തിന് അങ്ങോട്ട് മുന്നോട്ട് അടുക്കാൻ സാധിക്കുന്നില്ല. അയാൾ തിക്കിത്തിരക്കി എത്തിയപ്പോഴേക്കും ജനാസ എടുത്തു. പ്രിയപ്പെട്ടവരെ, ഹുജറ ശരീഫിൽ അത് മറവ് ചെയ്യുകയാണ്. അല്ലാഹ്. റസൂലുള്ളാഹിന്റെ ജനാസ ഖബറിലേക്ക് അങ്ങ് താഴ്ത്തി വെച്ചപ്പോൾ വേദനയിൽ ആ സ്വഹാബി അങ്ങ് അകത്തേക്ക് ചെന്നു. ബഹുമാനപ്പെട്ട സ്വഹാബിയുടെ കയ്യിലുള്ള മോതിരം, ആ മോതിരം ഉരിയിട്ടങ്ങ് ഖബറിലേക്ക് ഇട്ടു. റസൂലുള്ളാഹിന്റെ ശരീരത്തിൽ ആ മോതിരം അങ്ങ് പോയി വീണപ്പോൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആളെ നോക്കി ആ മോതിരം എടുത്തിട്ട് അങ്ങ് കൊടുത്തു. ആ മോതിരം അങ്ങ് കയ്യിൽ കിട്ടിയപ്പോൾ ആ സ്വഹാബി ഒരുപാട് ചുംബിച്ചുകൊണ്ട് കഫാനി കഫാനി, എനിക്ക് ഇത് മതി. റസൂലുള്ളാഹിന്റെ ശരീരത്തിൽ തൊട്ട ഒരു സാധനം എന്റെ ശരീരത്തിൽ ഉണ്ടല്ലോ, എന്റെ ഈമാന്റെ സുരക്ഷിതത്വത്തിന് ഇത് മതി. അതാണ് മഹബത്ത്. പ്രിയപ്പെട്ടവരെ, സ്വഹാബാക്കൾ ഓരോന്നോരോന്ന് വഫാത്തായി തീർന്നു. അവിടെ ഒരു സ്വഹാബി, ഇവിടെ ഒരു സ്വഹാബി എന്ന് കേൾക്കുന്നേ ഉള്ളൂ. ആ സ്വഹാബി ജീവിച്ചിരിപ്പുള്ളപ്പോൾ താബിഈങ്ങളിൽപ്പെട്ട ഒരു മഹാൻ അന്വേഷിച്ച് സ്വഹാബിയുടെ വീട്ടിലെത്തി. ആ താബിഈ കയറി വന്നപ്പോൾ സ്വഹാബി ആദ്യമായി സൽക്കരിക്കാൻ വേണ്ടി കൊടുത്തത് ഒരു ആപ്പിൾ പഴമാണ്. സ്വഹാബിയുടെ കൈകൊണ്ട് ആ ആപ്പിൾ അങ്ങോട്ട് കിട്ടിയപ്പോൾ ആ ആപ്പിൾ കയ്യിൽ വാങ്ങിയ താബിഈ അതെടുത്തുകൊണ്ട് ചുംബിക്കുന്നു, നെറ്റിത്തളത്തിൽ തടവുന്നു, നെഞ്ചിലിങ്ങനെ തടകിക്കൊണ്ടിരിക്കുന്നു. ആ ആപ്പിൾ പഴം ഇങ്ങനെ വെച്ചിട്ട് എന്താണ് അദ്ദേഹം പറയുന്നത്? ഹാദീ തുഫാഹത്തുൻ മസ്സതുഹാ യദുൻ മസ്സഹാ യദു റസൂലില്ലാഹി, അല്ലാഹുവിന്റെ റസൂലിന്റെ കൈ തൊട്ട കൈ കൊണ്ട് കിട്ടിയതാണ്. റസൂലുള്ളാഹിന്റെ കൈ തൊട്ട കൈയാണ് സ്വഹാബിയുടേത്. ആ സ്വഹാബിയുടെ കൈ തൊട്ടതല്ലേ
മഹബത്ത് എന്ന് പറയുന്നത്. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, അതിന്റെ ഒരു അളവുകോൽ കൊണ്ട് അളക്കാൻ പറ്റിയതല്ല. അത് ഒന്നിൽ നിന്ന് അടുത്തതിലേക്ക് ഈമാനിന്റെ ഭാഗമായി പകർന്നു പോന്ന ആ മഹബത്താണ് മതസൗഹാർദ്ദത്തിന്റെ കൂടി ചിഹ്നമായി നമ്മുടെ നാട്ടിൽ നേരത്തെ നടത്തിപ്പോരുന്നത്. ഇന്ത്യയിൽ എല്ലാ വിഭാഗം മതവിശ്വാസികളും ഉള്ളതാണ് മുഴുവൻ മഹല്ലും. നമ്മുടെ മഹല്ലത്തുകളിലൊക്കെ നേർച്ച നടക്കുമ്പോൾ റബീഉൽ അവ്വൽ നേർച്ച 2 കിൻഡലുള്ള ഒരു പോത്തിനെ അറുത്തു, 3 കിൻഡൽ അരി വെച്ചു, എന്നിട്ടോ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി, ഒരു പാത്രത്തിൽ പാകം ചെയ്ത ഭക്ഷണം. ആ ഭക്ഷണം ഒരു നേരത്തെ ഭക്ഷണത്തിന് എല്ലാവരും, ഒരു കുടുംബത്തിലെ മുഴുവൻ ആളുകളും, ആ നാട്ടിലുള്ള ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരും ഭക്ഷണം പാകം ചെയ്ത് നോക്കുമ്പോൾ അതാ റസൂലുള്ളാഹിന്റെ മദ്ഹ് പറഞ്ഞു, ഖുർആൻ ഓതി, സ്വലാത്ത് ചൊല്ലി, ആ നാട്ടിന് റഹ്മത്തിന് വേണ്ടി, മഴ കിട്ടാൻ വേണ്ടി, ആപത്ത് തടുക്കാൻ വേണ്ടി, ഭൂകമ്പം ഇല്ലാതിരിക്കാൻ വേണ്ടി, വർഗീയ കലാപം ഇല്ലാതിരിക്കാൻ വേണ്ടി എല്ലാവരും ചേർന്ന് ദുആ ചെയ്തു. റസൂലുള്ളാഹിനെ ആ നാട്ടുകാർക്കൊക്കെ ഒന്നുകൂടി നന്നായി പരിചയപ്പെട്ടു. എന്നിട്ടോ എല്ലാവരും ഭക്ഷണം കഴിക്കുക. ഭക്ഷണത്തിന് വേണ്ടി പാത്രവുമായി നിൽക്കുന്ന കൂട്ടത്തിൽ കണാരനുണ്ട്, കുമാരനുണ്ട്, സരോജിനിയുണ്ട്, സാവിത്രിയുണ്ട്, ജോസഫുണ്ട്, കുഞ്ഞു മുഹമ്മദ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. ജാതി മത വ്യത്യാസമില്ലാതെ നേർച്ചകൾ ഇന്ത്യ രാജ്യത്ത് മതസൗഹാർദ്ദവും കൂടി നിലനിർത്തിയിരുന്നു. ഒരു കൊല്ലത്തിൽ റബീഉൽ അവ്വൽ, അതുപോലെ തന്നെ ബദരീങ്ങൾ ആണ്ട്, മുഹീദ്ദീൻ ഷേഖിന്റെ ജീലാനി ദിനം, ഇങ്ങനെ ഒരു 5-6 പ്രാവശ്യം ആണ്ട് നടക്കുമ്പോൾ അത് തന്നെ ഇവിടുത്തെ ഒരു മതസൗഹാർദ്ദമായിരുന്നു. പ്രിയപ്പെട്ടവരെ, വർഗീയത വളർന്ന രൂപത്തിൽ ഇന്ന് മുഹമ്മദ് നബിയെ അമ്പലത്തിലേക്ക് പോകുന്നവനെയും മമ്പുറത്തേക്ക് പോകുന്നവനെയും, അമ്പലത്തിലേക്ക് പോകുന്നവനെയും മദീനത്തേക്ക് പോകുന്നവനെയും ഒരേ രൂപത്തിൽ പാടി പരിഹസിച്ച് കളിയാക്കിയപ്പോൾ പ്രിയപ്പെട്ടവരെ, വർഗീയത ഉണ്ടാക്കിയത് വഹാബികളാണ്, വർഗീയത ഉണ്ടാക്കിയത് ഈ മൗദൂദികളാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, രാജ്യത്ത് മതസൗഹാർദ്ദം ഉണ്ടാക്കുന്നതിന്, മനുഷ്യ സ്നേഹം ഉണ്ടാക്കുന്നതിന്, അതാണ് റഹ്മത്തുല്ലിൽ ആലമീൻ, ലോകത്തിന് കൃപയായ മുഹമ്മദുർ റസൂലുള്ളാഹ് അവിടുത്തെ ജന്മദിനത്തിലൂടെ മുഅ്മിനീങ്ങൾ ചെയ്തു പോന്നത്. പ്രിയപ്പെട്ടവരെ, ആ മതസൗഹാർദ്ദത്തിന്റെ ചിഹ്നവും കൂടി ആയ നബിദിനങ്ങളെല്ലാം അതിന്റെ റൂട്ടിൽ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മെ അല്ലാഹു സഹായിക്കുമാറാവട്ടെ. തെളിവുകളുടെ കൂമ്പാരങ്ങളുമായി ബഹുമാന്യരായ കുളത്തൂർ അലവി സഖാഫി കാത്തു നിൽക്കുന്നത് കൊണ്ട് ഞാൻ നിർത്തുന്നു. അല്ലാഹു നമുക്ക് ഖൈർ നൽകുമാറാവട്ടെ. റബീഉൽ അവ്വലിന്റെ ഈ പ്രത്യേക ദിവസങ്ങളിൽ നമ്മുടെ നാട്ടിലെ മുഴുവൻ വീടുകളിലും മുഴുവൻ നാട്ടിലും സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹിനെ കുറിച്ച് പറയുമ്പോഴേക്ക് സ്വലാത്തോട് കൂടെ സ്വീകരിക്കുന്ന ഉമ്മാമമാർ എല്ലാവരെയും അല്ലാഹു തആല നമുക്ക് റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് സമയപരിമിതി കാരണം ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.